Good evening, students. Good evening, ma'am. Class start ചെയ്യാമോ? Am I audible? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. Okay, class start ചെയ്യാം കേട്ടോ. Okay, so today we are discussing about the topic Ganga River System. അതായത് ഗംഗയും ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്, ഗംഗാ നദിയും അതേപോലെ തന്നെ അതിന്റെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ബിഫോർ ദാറ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഏത് റിവറിനെ കുറിച്ചായിരുന്നു? Indus. അതെ, ഇൻഡസിനെ കുറിച്ചായിരുന്നു അല്ലെ. ഇൻഡസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിന്ധു അല്ലെ. സിന്ധു നദി ഒന്നും അറിയപ്പെടുന്നില്ലേ ഇൻഡസിനെ? അല്ലെ, ഇൻഡസിനെ അല്ലേ സിന്ധു എന്നറിയപ്പെടുന്നത്? അതെ. ഓക്കെ, സോ നമ്മള് ഇൻഡസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? അതായത് ഇൻഡസ് 3 രാജ്യങ്ങൾ കൂടിയാണ് ഒഴുകുന്നത് അല്ലെ. എവിടെ നിന്നുമാണ് ഇൻഡസ് ഒറിജിൻ ചെയ്യുന്നത്? Tibet in China. അതെ, ചൈനയുടെ ഭാഗമായ ടിബറ്റിൽ നിന്നും ഒറിജിൻ ചെയ്ത് ലഡാക്കിലൂടെ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് എൻറ്റർ ചെയ്യുന്നു. ലേറ്റർ എന്ത് ചെയ്യും, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഈ പറയുന്ന ഇൻഡസ് എൻറ്റർ ചെയ്തിട്ട് ആൻഡ് എംപ്റ്റീസ് ഇൻടു എവിടേക്കാണ് ചെന്ന് പതിക്കുന്നത്? Arabian Sea. അതെ, അറബിക്കടലിലേക്ക് ചെന്ന് പതിക്കുന്നു. ആൻഡ് കൂടുതൽ ഭാഗം, അതായത് നമ്മൾ ഇൻഡസ് റിവർ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ കൂടുതൽ ഭാഗവും ഒഴുകുന്നത് ഏത് രാജ്യത്തിൽ കൂടിയാണ്? Pakistan. അതെ, പാകിസ്ഥാനിൽ കൂടിയാണ് അല്ലെ ഏറ്റവും കൂടുതൽ ഭാഗവും ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇൻഡസ് റിവറിനെ ആണ്. ദെൻ ഇൻഡസ് റിവറിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? അതിന്റെ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചൊക്കെ പഠിച്ചു. മെയിൻലി നമ്മൾ 5 ട്രിബ്യൂട്ടറീസിനെ കുറിച്ചായിരുന്നു മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. ആൻഡ് ആ പഞ്ചനദികൾ ഏതൊക്കെയായിരുന്നു? ജലം, ചിനാബ്, അതെ, ജലം, ചിനാബ്, രവി, Satluj, രവി, ബിയാർ. ജലം, ചിനാബ്, രവി, ബിയാസ് ആൻഡ് സത്ലജ് അല്ലെ. അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ചിരുന്നു ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഇതിൽ ഏതായിരുന്നു? Satluj. അതെ, ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി സത്ലജ് ആയിരുന്നു. ആൻഡ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് റിവർ ഏതായിരുന്നു? അതെ, ചെനാബ് ആയിരുന്നു അല്ലെ. ദെൻ നമ്മൾ പിന്നെ എന്താ പറഞ്ഞേ, ഇന്ത്യയിൽ നിന്നും ഒറിജിൻ ചെയ്ത് ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്ന ഒരു ചെറിയ നദിയുണ്ട് ഇതില്, ഏതാണ്? അതായത് ഇന്ത്യയിൽ നിന്നും ഒറിജിൻ ചെയ്ത് ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്നു, അതായത് സത്ലജിൽ ചെന്ന് ചേരുന്നു. അത് ഏത് റിവറാണ്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? Bias. അതെ, ബിയാസ് ആണ് അല്ലെ. നിങ്ങൾ ഈ പഠിക്കുന്നതില് ബിയാസ് എന്നുള്ളൊരു ബിയാസ് ചെറിയ പേരെന്നല്ല, ജസ്റ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ ചിലപ്പോ കിട്ടും. ബാക്കി ചിനാബായാലും ജലമായാലും ഇച്ചിരി വലുതല്ലേ, സത്ലജ് ആയാലും. പിന്നെ രവി, ബിയാസ്, അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക, ബിയാസ് ആണെന്ന് കണക്ട് ചെയ്യുക. എങ്ങനെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഫൈൻ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഇൻഡസ് വാട്ടർ ട്രീറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇൻഡസ് വാട്ടർ ട്രീറ്റി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? India and Pakistan. അതെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ട്രീറ്റി ആയിരുന്നു. അതിന് മീഡിയേറ്റർ ആയിട്ട് നിന്നത് ആരായിരുന്നു?
IMF, സോറി, IMF അല്ല. World Bank, അതെ, വേൾഡ് ബാങ്ക് ആയിരുന്നു. ദെൻ പിന്നെ എന്താ നമ്മൾ പഠിച്ച ആരൊക്കെയാണ് അത് സൈൻ ചെയ്തത്? അതായത് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും അതുപോലെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയ അയൂബ് ഖാനുമാണ് ഈ പറയുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ സൈൻ ചെയ്തത്. എന്നായിരുന്നു സൈൻ ചെയ്തത്? 1960 1960 സോ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും ഓർക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, ഇതൊക്കെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? yes, ma'am. Okay, so today we're discussing about the topic Ganga River System. അപ്പൊ ഗംഗയെ കുറിച്ച് അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ആർക്കും തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഗംഗ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ റിവർ ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്നാണ് നമ്മുടെ ഗംഗനെ നാഷണൽ റിവർ ആയിട്ട് പ്രഖ്യാപിച്ചത്? ഏത് വർഷമാണ്? ആർക്കെങ്കിലും അറിയോ? അറിയോ? നമ്മള് ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ അതിൽ പഠിക്കുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ദേശീയ അനിമൽ ഏതാണ്, ഇന്ത്യയുടെ ദേശീയ റിവർ നദി ഏതാണ് എന്നൊക്കെ നമ്മൾ ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യയെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇന്ത്യയുടെ നാഷണൽ റിവർ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഗംഗ. സോ എന്നാണ് ഈ പറയുന്ന നാഷണൽ റിവർ ഓഫ് ഇന്ത്യ എന്നുള്ളത് ഗംഗയായിട്ട് പ്രഖ്യാപിച്ചത്? എന്നാണ്? ഏത് വർഷമാണ്? 2008. അതെ, 2008 കേട്ടോ. അറിയാത്ത കുട്ടികൾ ഉണ്ടാവണം, അപ്പൊ എന്തായാലും പഠിച്ചേക്ക്. 2008 കേട്ടോ. 2008 നമ്മൾ ഗംഗാ റിവറിനെ നാഷണൽ റിവർ ആയിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, ദെൻ ഗംഗ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് റിവർ എന്ന് പറയുന്നത് ഗംഗയാണ്. അതേസമയം ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഏറ്റവും ലോങ്സ്റ്റ് റിവർ ഏതായിരുന്നു? Godavari, അല്ല, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ലോങ്സ്റ്റ് റിവർ ഏതായിരുന്നു? Indus, അതെ, ഇൻഡസ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പോയിട്ടാണ്. ഓക്കെ, എനിവേ ഇൻഡസ് ആണ്. ദെൻ കമ്മിങ് ടു പെനിൻസുലാർ ഇന്ത്യ. പെനിൻസുലാർ ഇന്ത്യ കൺസിഡർ ചെയ്യണമെങ്കിൽ, അതായത് ഇന്ത്യയുടെ സൗത്ത് ഭാഗം, ആ പറയുന്ന ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നത്, അന്ന് എനിക്ക് തോന്നുന്നു വരച്ച് കാണിച്ചു തോന്നി, ഈ ഒരു പോർഷൻ ഇന്ത്യയുടെ ഇവിടെ കൂടി ഒഴുകുന്ന നദികളില് ഏറ്റവും ലോങ്സ്റ്റ് റിവർ ഏതായിരുന്നു? Godavari, അതെ, ഗോദാവരിയാണ് കേട്ടോ. അപ്പൊ ഈ 3 പോയിന്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തത് മാറിപ്പോവാതെ പഠിച്ചു വെക്കാം. അതായത് ഇന്ത്യയിലെ ലോങ്സ്റ്റ് റിവർ ഗംഗയും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ലോങ്സ്റ്റ് റിവർ എന്ന് പറയുന്നത് ഇൻഡസും, അതുപോലെ തന്നെ പെനിൻസുലാർ ഇന്ത്യയിലെ ലോങ്സ്റ്റ് റിവർ ഏതാണെന്ന് ചോദിച്ചാൽ ഗോദാവരി. അപ്പൊ ഇത് 3ഉം ഓർത്ത് വെക്കുക, ഒരിക്കലും കൺഫ്യൂഷൻ വരാതെ പഠിച്ചു വെക്കുക. സോ ഗംഗ റിവർ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ലോങ്സ്റ്റ് റിവർ ആണെന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് അതിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കണ്ടേ. ലെങ്ത് എന്ന് പറയുന്നത് 2525 കിലോമീറ്റർ ആണ്. 2525 കിലോമീറ്റർ ആണ് ഈ പറയുന്ന ഗംഗ റിവറിന്റെ നീളം എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന നമ്പർ ഓർത്ത് വെക്കാൻ ഇച്ചിരി എളുപ്പമല്ലേ? 25 എന്ന് ഓർത്ത് വെച്ചാൽ നമ്മൾ മറന്നു പോകില്ല. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 25 ഞാനിപ്പോ പറഞ്ഞപ്പോ 2525 എന്ന് പറഞ്ഞു. ബട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ നിങ്ങൾ എങ്ങനെ ഓർത്ത് വെക്കുക? 25 എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, സോ ഗംഗയുടെ നീളം എന്ന് പറയുന്നത് 2525 കിലോമീറ്റർ ആണ്. ഇനി ഗംഗ ഒഴുകുന്നത് പ്രധാനമായും 2 രാജ്യങ്ങളിൽ കൂടിയാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻഡസ് ഒഴുകുന്നത് 3 രാജ്യങ്ങളിൽ കൂടിയാണെന്ന്. എന്നാൽ ഇവിടെ ഗംഗ 2 രാജ്യങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത്. അത് ഏതൊക്കെയാണ് ആ രാജ്യം? ഒബിയസ്ലി ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഗംഗയാണ്, രണ്ടാമത്തത് ബംഗ്ലാദേശ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു ഹിമാലയൻ റിവേഴ്സിൽ ആകെ ഒരേ ഒരു റിവർ മാത്രമാണ് വെസ്റ്റിലേക്ക് ഫ്ലോ ചെയ്ത് അറബിക്കടലിലേക്ക് ചെന്ന് പതിക്കുന്നത്. അത് ഇൻഡസ് ആണെന്ന് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബട്ട് ബാക്കി 2 നദികൾ, അതായത് ഹിമാലയൻ റിവേഴ്സ് 3 എണ്ണമാണ് അല്ലെ.
ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഈ പറയുന്ന ഗംഗയും ബ്രഹ്മപുത്രയും ഒറിജിൻ ചെയ്തിട്ട് എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്തേക്കാണ് ഒഴുകുന്നത്. ഈ പറയുന്ന ഈസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോൾ ഇതാണ് വെസ്റ്റ്, ഇതാണ് ഈസ്റ്റ് അല്ലെ. ഈസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്. ഇവിടെ ആരുണ്ട്? ഇവിടെ ആരാ ഉള്ളത്? Arabian Sea. അതെ, ഇവിടെ അറേബ്യൻ സീ ഉണ്ട്. ഇവിടെ ബേ ഓഫ് ബംഗാൾ ആണ് ഉള്ളത് കേട്ടോ. ബേ ഓഫ് ബംഗാൾ ആണ്. അപ്പൊ ഈ പറയുന്ന ഗംഗ ആയാലും ബ്രഹ്മപുത്ര ആയാലും ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. അതായത് ബംഗാൾ ഉൾക്കടലിലേക്ക് ചെന്ന് പതിക്കുന്ന നദികളാണ് ഗംഗയും ബ്രഹ്മപുത്രയും. ഓക്കെ അല്ലേ? സോ ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഇന്ത്യയിൽ നിന്നും തന്നെയാണ് ഈ പറയുന്ന ഗംഗ ഒറിജിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിക്കും. ഇത് ക്ലിയർ ആണോ? Yes, ma'am. Okay. So here, the Ganga is India's most important and iconic river. It flows down from its glacial source in the high Himalayas to coast through 5 states in the northern plains before draining into the swirling waters of Bay of Bengal through the Sundarban Delta, the largest mangrove system in the world. അപ്പൊ ഈ പറയുന്ന ഗംഗ ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നുമാണ്? നമ്മുടെ ഹിമാലയാസിന്റെ അപ്പർ പോർഷനുകളിൽ നിന്നുമാണ്. അപ്പൊ നമ്മളുടെ ഹിമാലയാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഹിമാലയാസ് ഇസ് ഡിവൈഡഡ് ഇൻടു 3. ആ 3 ലെയേഴ്സ് ഏതൊക്കെയാണ്? ആർക്കെങ്കിലും അറിയോ? ഈ പറയുന്ന ഹിമാലയാസിനെ നമ്മള് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അറിയോ? Himadri, Himadri. അതെ, ഹിമാദ്രി. ഇതാണ് ഹിമാദ്രി കേട്ടോ. ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്. അതായത് ഏറ്റവും സൗത്ത് ഭാഗത്താണ് ശിവാലിക്കും, ഏറ്റവും നോർത്ത് അതായത് ഏറ്റവും അപ്പറിലാണ് ഹിമാദ്രിയും, ആൻഡ് മിഡിലായിട്ട് വരും ഹിമാചൽ വരും. ഓക്കെ, ഈ പറയുന്ന ഹൈ ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ ഹിമാദ്രിയിൽ നിന്നും ഒറിജിൻ ചെയ്യുന്ന റിവർ ആണ് ഈ പറയുന്ന ഗംഗ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന ഹിമാദ്രിയിൽ നിന്നും ഒറിജിൻ ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയുടെ 5 സംസ്ഥാനങ്ങൾ, അതായത് 5 സ്റ്റേറ്റ് കണ്ടോ, 5 സ്റ്റേറ്റ്സിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഗംഗ ഒഴുകുന്നുണ്ട്. ആ 5 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഉത്തരാഖണ്ഡ് കേട്ടോ. ഏറ്റവും നോർത്തിലായിട്ട് ആരുണ്ട്? നമ്മുടെ ഉത്തരാഖണ്ഡ് ഉണ്ട്. ദെൻ ഉത്തരാഖണ്ഡിന്റെ താഴേക്കായിട്ട് ഉത്തർപ്രദേശ് ഉണ്ട്. ദെൻ ടു ദ റൈറ്റ് ഓഫ് ഉത്തർപ്രദേശ്, അതായത് ഉത്തർപ്രദേശിന് തൊട്ടടുത്തായിട്ട് ആരുണ്ട്? ബീഹാർ ഉണ്ട്. ദെൻ ബീഹാറിന്റെ താഴെയായിട്ട് ജാർഖണ്ഡ് ഉണ്ട്. ദെൻ അതിന്റെ റൈറ്റ് ആയിട്ട് വെസ്റ്റ് ബംഗാൾ ഉണ്ട് കേട്ടോ. വെസ്റ്റ് ബംഗാൾ. ദെൻ ആരുണ്ട് ഇവിടെ? ബംഗ്ലാദേശ് ഉണ്ട്. സോ ഇതാണ് ഓക്കെ. ബംഗ്ലാദേശ് ആണ് കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പൊ എന്താണ് നമ്മുടെ ഗംഗാ റിവർ എന്ന് പറയുന്നത്? 5 സ്റ്റേറ്റ്സിലൂടെയാണ് ഒഴുകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഉത്തരാഖണ്ഡ്, ദെൻ ഉത്തർപ്രദേശ്, ദെൻ ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ആൻഡ് ലേറ്റർ ഇറ്റ് എൻറ്റേഴ്സ് ഇൻടു ബംഗ്ലാദേശ്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, ഈ പറയുന്ന ഗംഗ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു, അതായത് ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെ ഒഴുകുന്നു? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. Then later it enters to ബംഗ്ലാദേശ്. നിങ്ങളുടെ കയ്യിൽ അറ്റ്ലസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അറ്റ്ലസ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, അറ്റ്ലസ് ഉണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാളൊക്കെ കാണാനായിട്ട് പറ്റും. അതല്ല ഇല്ലാത്തവർ പേടിക്കേണ്ട, ഞാൻ ഇതിൽ മാപ്പ് ഇട്ടിട്ടുണ്ട്, കാണാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ പറയുന്ന 5 സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ ഗംഗ ഒഴുകുന്നത്. അതിനുശേഷം ബംഗ്ലാദേശിലേക്ക് എൻ്റർ ചെയ്തിട്ട് ബേ ഓഫ് ബംഗാളിലേക്ക് എന്ത് ചെയ്യുന്നു? എംഡി ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലാണ് ഈ പറയുന്ന ഗംഗയായാലും ബ്രഹ്മപുത്രയായാലും ചെന്ന് പതിക്കുന്നത്. ദെൻ നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ ആയിട്ടുള്ള സുന്ദർബൻ ഡെൽറ്റയിൽ കൂടിയാണ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വേൾഡിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഡെൽറ്റ ഈസ് ക്രിയേറ്റഡ് ബൈ 2 റിവർ സിസ്റ്റംസ് ആൻഡ് ദേ ആർ one is Ganga and the other is Brahmaputra. അതായത് ഈ പറയുന്ന ഗംഗ റിവർ സിസ്റ്റവും ബ്രഹ്മപുത്ര റിവർ സിസ്റ്റവും കൂടിയാണ് ഈ പറയുന്ന സുന്ദർബൻ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ്, അതായത് കണ്ടൽക്കാട്
ഓക്കെ, കണ്ടൽക്കാട് എന്നറിയപ്പെടുന്നു. അപ്പം വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഏത് എന്നൊക്കെ ചോദിച്ചാൽ ഓർമ്മയിൽ വരണം സുന്ദർബൻസ് ഡെൽറ്റയാണെന്ന് ഓർമ്മ വരണം കേട്ടോ. അത് ക്രിയേറ്റ് ചെയ്യുന്നത് 2 റിവർ സിസ്റ്റം ആണ്, ഗംഗയും ബ്രഹ്മപുത്രയും. ഓക്കെ അല്ല, ജസ്റ്റ് ഐഡിയ മനസ്സിലായില്ലേ? അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഗംഗ ഒറിജിൻ ചെയ്യുന്നത്. ഒറിജിൻ ചെയ്ത് 5 സ്റ്റേറ്റ്സിലൂടെ ഒഴുകി എവിടേക്ക് പോകുന്നു? ബംഗ്ലാദേശിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ ലേറ്റർ അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഓക്കെ, ഇത് ഐഡിയ കിട്ടിയോ? ഫ്ലോ Yes, ma'am. ചെയ്യുന്നതിന്റെ ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗംഗാ റിവർ ഹിമാദ്രിയിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ആകെ നീളം എത്രയാണ്? 2525 or 2525 ആണ് കുറച്ചുകൂടി നല്ലത് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട്. എനിവേ, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2525 കിലോമീറ്റർ ആണ് നമ്മുടെ ഗംഗാ റിവറിന്റെ നീളം. ദെൻ ഞാൻ പറഞ്ഞു ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഉത്തരാഖണ്ഡ്. അതായത് നമ്മുടെ ഗംഗാ റിവർ ഹിമാദ്രിയിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേഷ്യർ, അതായത് ഗോമുഖ് എന്ന് പറയുന്ന പ്ലേസിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നുമാണ് നമ്മുടെ ഗംഗ ഒറിജിൻ ചെയ്യുന്നത് കേട്ടോ. ഏത് ഗ്ലേഷ്യറിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത് നമ്മുടെ ഗംഗ? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഓർത്ത് വെക്കാൻ എളുപ്പമല്ലേ. ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നുമാണ് നമ്മുടെ റിവർ ഗംഗ ഒറിജിൻ ചെയ്യുന്നത്. ഈ പറയുന്ന ഗംഗോത്രി ഗ്ലേഷ്യർ ഏത് സ്റ്റേറ്റിലാണ്? ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അവിടെ ഗോമുഖ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. യൂഷ്വലി നമ്മൾ പറയുന്ന ഗോമുഖ് ഗുഹ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ആ പറയുന്ന സ്ഥലത്ത് നിന്നും ആണ് നമ്മുടെ ഗംഗാ റിവർ ഒറിജിൻ ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ. ദെൻ ഈ പറയുന്ന ഉത്തരാഖണ്ഡിൽ നിന്നും ഒറിജിൻ ചെയ്ത് ഗംഗ എങ്ങോട്ടേക്ക് പോകുന്നു? ഉത്തർപ്രദേശിലേക്ക് പോകുന്നു. ദെൻ ലേറ്റർ ബീഹാറിലേക്ക് എൻ്റർ ചെയ്യുന്നു. ബീഹാറിൽ നിന്നും ജാർഖണ്ഡിലേക്ക് ഒഴുകുന്നു. ജാർഖണ്ഡിൽ നിന്നുമാണ് വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ജാർഖണ്ഡിനെ കുറിച്ച് പറയുന്നില്ല. വൈ? എന്തുകൊണ്ടാണ്? കാരണം ഇപ്പൊ ഈ പറയുന്ന ഉത്തരാഖണ്ഡിലൂടെ എത്ര നീളമാണ് ഈ പറയുന്ന ഗംഗ ഒഴുകുന്നത്? 110 കിലോമീറ്റർ. ആൻഡ് ഇൻ ഉത്തർപ്രദേശ് ഇറ്റ് ഇസ് 1450 കിലോമീറ്റർ. ബീഹാറിലേക്ക് വരുമ്പോഴോ 445 കിലോമീറ്റർ. ബട്ട് ഇവിടെ ജാർഖണ്ഡിന്റെ കാര്യം പറയുന്നില്ല. കാരണം ജാർഖണ്ഡിലൂടെ ഈ പറയുന്ന ഗംഗ ഒഴുകുന്നത് വളരെ കുറവാണ്, അതായത് തീരെ കുറവാണ്. അതുകൊണ്ടാണ് ആ ഒരു കിലോമീറ്റർ കൊടുക്കാത്തത്. ആൻഡ് ദെൻ വെസ്റ്റ് ബംഗാൾ ദാറ്റ് ഇസ് 520 കിലോമീറ്റർ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ പറയുന്ന വാല്യൂസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം, ഈ പറയുന്ന ഗംഗാ റിവർ ഏത് സ്റ്റേറ്റിലൂടെയാണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്? Uttar Pradesh. അതെ, ഉത്തർപ്രദേശിലാണല്ലേ. നിങ്ങൾ ആ വാല്യൂസ് നോക്കിക്കേ. ഉത്തരാഖണ്ഡിലാണെങ്കിൽ 110 കിലോമീറ്റർ, ഉത്തർപ്രദേശിലാണെങ്കിൽ 1450 കിലോമീറ്റർ, ബീഹാറിലാണെങ്കിൽ 445, വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ 520 കിലോമീറ്റർ ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. ദാറ്റ് ഇസ് 1450 കിലോമീറ്റർ. ബട്ട് ഇൻ കേസ് ഓഫ് നമ്മുടെ ജാർഖണ്ഡിന്റെ കാര്യം കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന 5 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് ദൂരം സഞ്ചരിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? Jharkhand. അതെ, ജാർഖണ്ഡ് ആണ് കേട്ടോ. ഈ വാല്യൂ വെച്ചല്ല പഠിക്കാൻ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെ സ്റ്റേറ്റിലൂടെ ഒഴുകുന്നു. 5 സ്റ്റേറ്റ്സിലൂടെ ഒഴുകുന്നുണ്ട്. അല്ല ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയും, അല്ല ഏറ്റവും കുറവ് ഏത് സ്റ്റേറ്റിലൂടെയുമാണ്? ജാർഖണ്ഡിലൂടെയുമാണെന്ന് മനസ്സിലാക്കി വെക്കാം. അതിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 2525 കിലോമീറ്റർ. ഓർത്ത് വെക്കാനായിട്ട് 25 എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? Yes, ma'am. ഓക്കെ, സോ ഇയർ നമ്മുടെ ഗംഗാ റിവറിനെ കുറിച്ച് തന്നിട്ടുണ്ട്. അലോങ് വിത്ത് ട്രിബ്യൂട്ടറീസ് കൂടി ഈ പറയുന്ന ഫിഗറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇതാണ് ഗംഗ. അപ്പൊ ഗംഗ ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞു? ഉത്തരാഖണ്ഡിൽ. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഉത്തരാഖണ്ഡിലെ അവിടെ എന്തിന്റെ? ഗംഗോത്രി ഗ്ലേഷ്യർ ഉണ്ട്.
ഗോമുക്കിന്, അതായത് നിയർ ഗോമുഖ് എന്ന് പഠിച്ചാലും മതി. ഗോമുക്കിന് അടുത്തായിട്ട് എന്തുണ്ട്? ഗംഗോത്രി ഗ്ലേഷ്യർ ഉണ്ട്. ഈ പറയുന്ന ഗോമുക്കിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഗംഗ എന്ത് ചെയ്യുന്നു? ഒറിജിൻ ചെയ്ത് എങ്ങോട്ടേക്ക് വരുന്നു? ഈ പറയുന്ന സ്ഥലമെല്ലാം എന്താണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൽ നിന്നും എവിടേക്ക് വരുന്നു? ഉത്തർപ്രദേശിലേക്ക് വരുന്നു. അപ്പൊ ഡിറക്ഷൻ നോക്കിക്കേ എങ്ങനെയാണത്? ഇങ്ങനെയാണ് നമ്മുടെ ഗംഗാ റിവർ ഒഴുകുന്നത്. കണ്ടോ? ഇങ്ങനെയാണ് ഗംഗാ റിവർ ഒഴുകുന്നത്. സോ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, താഴേക്കാണ് കേട്ടോ, താഴേക്ക്. അപ്പൊ എന്ത് ചെയ്യും? ഉത്തരാഖണ്ഡിൽ നിന്നും, ഈ പറയുന്നതാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമുക്ക് ഉത്തർപ്രദേശ് കാണാനായിട്ട് പറ്റും. ദെൻ ബീഹാർ ഉണ്ട്, ദെൻ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ആൻഡ് ദെൻ ബംഗ്ലാദേശിലേക്ക് എൻട്രി ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്നതിൽ ഏതൊക്കെയാണ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഏതൊക്കെയാണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നല്ലപോലെ പഠിച്ചതല്ലേ ഏതാണ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്, ഏതാണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സോ ഹിയർ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ ഏതാണ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഏതാണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും? പോയോ എല്ലാരും? യമുന, ചാമ്പൽ, സിന്ധു, ബെത്വ, കെൻ, സൺ അതൊക്കെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, ബാക്കി മറ്റതെല്ലാം ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് അല്ലെ. അതിപ്പോ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തത്? ഒഴുകുന്ന ഡയറക്ഷനിൽ നിന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും. അതെ, ഒഴുകുന്ന ഡിറക്ഷൻ നോക്കിക്കേ, താഴോട്ടാണ് അല്ലെ ഒഴുകുന്നത്, ഇങ്ങോട്ട് താഴോട്ടാണ് ഒഴുകുന്നത്. സാധാരണ നമ്മള് ഒരാള് മേലോട്ട് പോവുകയാണെങ്കിൽ ഒരാള് ഇവിടെ നിന്നും മുകളിലേക്ക് നടക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അയാളുടെ റൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന പോലെ ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. ബട്ട് ഹിയർ ദ കണ്ടീഷൻ ഈസ് എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഒരാൾ താഴേക്കാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കേസ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് നോക്കാം. എനിവേ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന റിവർ ഒഴുകുന്ന രീതിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് നോക്കുക. അപ്പൊ ഈ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് റൈറ്റിലോട്ട് തിരിയേണ്ട ആവശ്യം വരും, ലെഫ്റ്റിലോട്ട് തിരിയേണ്ട ആവശ്യം വരും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇതിൽ ഏതാണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്, ഏതാണ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ സാധാരണ ഒരാൾ മുകളിലോട്ട് നടക്കുമ്പോൾ അയാളുടെ റൈറ്റ് നമുക്കുള്ളത് പോലെ തന്നെ ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. ബട്ട് ഇൻ കേസ് ഓഫ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ, അതായത് ഒരാൾ താഴേക്കാണ് നടക്കുന്നതെങ്കിൽ നേരെ തിരിയും. അതായത് ഈ കാണുന്ന ലെഫ്റ്റ് എന്താവും? റൈറ്റ് ആവും. ആൻഡ് ഇത് ഈ കാണുന്ന റൈറ്റ് എന്താവും? ലെഫ്റ്റ് ആവും. ഓക്കെ, ജസ്റ്റ് അങ്ങനെ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവും? ഈ കാണുന്ന രാംഗംഗ ആയിക്കോട്ടെ, ഗോമതി ആയിക്കോട്ടെ, or ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി ഓർ ഘോഷി, മഹാനന്ദ മഹാനന്ദ, ഈ പറയുന്ന നദികളെല്ലാം ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ആൻഡ് കമ്മിങ് ടു റൈറ്റ് ബാങ്കിലേക്ക് വരുമ്പോൾ നമ്മുടെ യമുന, സോൺ ഒക്കെ എന്താണ്? ഗംഗയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, രാംഗംഗ എന്ന് പറയുന്നത് ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ് കേട്ടോ. ഇത് ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നുമാണ്? ഉത്തരാഖണ്ഡിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ലേറ്റർ ഈ പറയുന്ന ഉത്തർപ്രദേശ്, ഈ കാണുന്നത് ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശിൽ വന്ന് കനൌജ് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. അത് ഉത്തർപ്രദേശിലാണ് ഈ പറയുന്ന കനൌജ് എന്ന് പറയുന്ന സിറ്റി. അവിടെ വെച്ച് എന്ത് ചെയ്യും? നമ്മുടെ ഗംഗാ റിവറുമായിട്ട് ജോയിൻ ചെയ്യും അല്ലെ. ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ നദികൾ വന്നു ചേരുന്നതിനെയാണ് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഹിയർ രാംഗംഗ എന്ന് പറയുന്നത് ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. മനസ്സിലാക്കി വെക്കേണ്ടത് രാംഗംഗ ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഓർക്കെങ്കിലും ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ പാർക്ക്? ഓക്കെ, ഞാൻ പറയാം. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ പാർക്ക്. എന്നാൽ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നുള്ള പേര് പിന്നീടാണ് വന്നത്. ആദ്യകാല പേര് എന്ന് പറയുന്നത് ഹെയ്ലിസ് നാഷണൽ പാർക്ക് എന്നായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഈ പറയുന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ പറയണം രാംഗംഗയാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? വിച്ച് റിവർ ഫ്ലോസ് ത്രൂ
ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ പറയണം റാം ഗംഗയാണെന്ന് പറയാം. അപ്പൊ ഇതൊരു ട്രിബ്യൂട്ടറി ആണെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലെ. ഗംഗ എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വിചാരിക്കില്ല കേട്ടോ. കാരണം പിന്നെ നമ്മൾ ഗോദാവരി ഒക്കെ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. വേണ്ട, ജസ്റ്റ് അത് പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. എനിവേ രാംഗംഗ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ രാംഗംഗ എന്ന് പറയുന്നത് എന്താണ്? ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ്. നെക്സ്റ്റ് കംസ് ഗോംതി. ഗോംതി റിവറിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ്. ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ആരാ അറിയോ? ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ലക്നൗ. അതെ, ലക്നൗ ആണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ലക്നൗ എന്ന് പറയുന്ന സിറ്റി ഏത് നദീതീരത്താണ് അല്ലെങ്കിൽ ഓൺ ഏത് റിവർ ബാങ്കിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം ഗോംതി റിവറിലാണെന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ഗാഗ്ര. ഈ പറയുന്ന ഗാഗ്ര ഒറിജിൻ ചെയ്യുന്നത് ടിബറ്റിൽ നിന്നുമാണ് കേട്ടോ. ടിബറ്റിൽ നിന്നും ഒറിജിൻ ചെയ്തിട്ട് എവിടേക്ക് വരും? നേപ്പാളിലേക്ക് വരും. നേപ്പാളിന് ശേഷം പിന്നെ എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു റിവർ ആണ് ഗാഗ്ര എന്ന് പറയുന്നതും. ഇതും എന്തിനെയാണ്? ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ്. ഗാഗ്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ പറയുന്ന നദിയെ നേപ്പാളിൽ അറിയപ്പെടുന്ന പേരെന്ന് പറഞ്ഞാല് കർണാലി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കർണാലി എന്നാണ് ഏത് റിവറിന് അറിയപ്പെടുന്ന? ഗാഗ്രന് അറിയപ്പെടുന്നത്. നേപ്പാളില് KARNALI, കർണാളി അങ്ങനെ പഠിച്ചാലും മതി, കർണാളി. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗണ്ഡക്. ഗണ്ഡക് എന്ന് പറയുന്നത് ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി തന്നെയാണ്. ഇത് ഒറിജിൻ ചെയ്യുന്നത് നേപ്പാളിൽ നിന്നുമാണ് കേട്ടോ. നേപ്പാളിൽ നിന്ന്, ഇത് നേപ്പാളാണ്. നേപ്പാളിൽ നിന്നും ഒറിജിൻ ചെയ്തിട്ട് ബീഹാർ പാറ്റ്നയുടെ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? അവിടെ ഗംഗാ റിവറിലേക്ക് ജോയിൻ ചെയ്യും. സോ ഗണ്ഡക്കിന് നേപ്പാളിൽ അറിയപ്പെടുന്ന പേര് എന്താന്ന് വെച്ചാൽ നാരായണി എന്നാണ്. ഏകദേശം മലയാളം ടച്ചുള്ള പേരുകളാണ് കേട്ടോ ഈ ഗണ്ഡക്കിനും ഗാഗ്രയ്ക്കും എല്ലാം നേപ്പാളിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഗണ്ഡക്കിനെ നേപ്പാളിൽ അറിയപ്പെടുന്ന പേര് നാരായണി എന്നും ഗാഗ്രയിൽ അറിയപ്പെടുന്ന പേര് കർണാളി എന്നുമാണ്. നെക്സ്റ്റ് ഇസ് ഖോസി ഓർ ഖോഷി. ഇത് എവിടെ നിന്ന് ഒറിജിൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടിബറ്റിന്റെയും നേപ്പാളിലേക്ക് ബൗണ്ടറിയിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടിബറ്റ് എന്നോ നേപ്പാളെന്നോ ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നോക്കിയിട്ട് പഠിക്കുന്നതാണ് നല്ലത്. എനിവേ ബൗണ്ടറിയിൽ നിന്നും ഒറിജിൻ ചെയ്യുന്ന ഒരു റിവർ ആണ് കോസി ഓർ കോഷി. ഇത് ഒറിജിൻ ചെയ്തിട്ട് ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ബീഹാറിന്റെ സോറോ ഓഫ് ബീഹാർ അല്ലെങ്കിൽ സോറോ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന റിവർ ആണ് കോസി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, സോറോ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന റിവർ ഏതാണ്? അപ്പൊ നിങ്ങൾ പറയണം കോസി ഓർ കോഷി. KOSHI എന്നും പറയാറുണ്ട്, KOSI എന്നും പറയാറുണ്ട്. എനിവേ കോഷി ഓർ കോസി. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സോറോ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ബീഹാറിന്റെ സോറോ എന്ന് വിളിക്കാനുള്ള റീസൺ എന്താണ്? ഈ പറയുന്ന നദി ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ഡാമേജസ് ആൻഡ് ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കും. അതായത് ഒരുപാട് ലൈഫ്സ് നഷ്ടപ്പെടാം, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അതായത് വീടുകളൊക്കെ നഷ്ടപ്പെട്ടു പോവാം. അതുപോലെ തന്നെ ഈ പറയുന്ന അഗ്രികൾച്ചറിനൊക്കെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോറോ. സോറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖമാണ് അല്ലെ. ബീഹാറിന്റെ ദുഃഖം അല്ലെങ്കിൽ ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഖോസി ഓർ ഖോഷി എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സോറോ എന്ന് വിളിക്കുന്നതിന്റെ കാര്യം മനസ്സിലായില്ലേ? ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് മഹാനന്ദ. മഹാനന്ദയും എന്ത് തന്നെയാണ്? ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി തന്നെയാണ്. ഓക്കെ, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിൻലി പഠിക്കുന്ന രണ്ട് റിവേഴ്സ് ആണ് യമുന ആൻഡ് സോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന യമുനയാണ് നമ്മുടെ ഗംഗയുടെ ഏറ്റവും ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഇൻഡസിൽ ഏറ്റവും ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഏതായിരുന്നു? പോയോ? ഇൻഡസിലെ ഏറ്റവും അതായത് ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഏതായിരുന്നു? അതെ, സത്ലജ് ആയിരുന്നു ലോങ്സ്റ്റ്. ആ ഒരു ചിനാബ് എന്ന് പറഞ്ഞ പോലെ തോന്നി, ചിനാബ് അല്ല, മാറ്റി പഠിക്കുക. സത്ലജ് ആണ് ലാർജസ്റ്റ് ആണ് ചിനാബ് എന്ന് പറയുന്നത് കേട്ടോ. ഹിയർ ഗംഗയുടെ ലാർജസ്റ്റ് ഏതാണെന്ന് അറിയോ? ലാർജസ്റ്റ് ഗാഗ്രയാണ് കേട്ടോ, ഗാഗ്ര. ദെൻ ലോങ്സ്റ്റ് ചോദിച്ചാൽ യമുനയാണ്.
ഈ പറയുന്ന യമുനയുടെ പോഷക നദികളാണ് ഈ കാണുന്ന ചമ്പൽ, സിന്ധ്, ബേത്വ, കെൻ ഒക്കെ. കണ്ടോ, ഈ പറയുന്ന ചമ്പൽ ആയിക്കോട്ടെ, സിന്ധ് ആയിക്കോട്ടെ, ബേത്വ ആയിക്കോട്ടെ, കെൻ ആയിക്കോട്ടെ, എങ്ങോട്ടേക്കാണ് ജോയിൻ ചെയ്യുന്നത്? ഈ പറയുന്ന യമുനയിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അതായത് യമുന എവിടെ നിന്നും ഒറിജിൻ ചെയ്യുന്നു? യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നുമാണ് ജോയിൻ ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ ഉത്തരാഖണ്ഡില് ഗംഗോത്രി ഗ്ലേഷ്യർ കാണാനായിട്ട് പറ്റും, യമുനോത്രി ഗ്ലേഷ്യർ കാണാനായിട്ട് പറ്റും. ഈ പറയുന്ന ഗംഗ ഒറിജിൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നുമാണെന്നും, അതുപോലെ യമുന ഒറിജിൻ ചെയ്യുന്നതാണ് യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നും. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. ഫിഗർ ഉണ്ട്, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ പറയുന്ന യമുന ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നുമാണ്? ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങോട്ടേക്കാണ് ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് അലഹബാദിൽ വെച്ച്, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അലഹബാദിന്റെ പുതിയ പേര് എന്താണ്? അയോധ്യ. അലഹബാദിന്റെ പുതിയ പേരോ? പ്രയാഗാണോ? അതെ, പ്രയാഗ്രാജ് ആണ് കേട്ടോ. പ്രയാഗ്രാജ് ആണ് അലഹബാദിന്റെ പുതിയ പേര്. അപ്പം മനസ്സിലാക്കി വെക്കുക, അലഹബാദിന്റെ പുതിയ പേര് പ്രയാഗ്രാജ് ആണ്. ഈ പറയുന്ന യമുന ഒഴുകി പ്രയാഗ്രാജിൽ വെച്ച് അല്ലെങ്കിൽ അലഹബാദിൽ വെച്ചുമാണ് നമ്മുടെ ഗംഗാ റിവറിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇനി യമുനയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് അല്ലെ. ഇതും ഗംഗയുടെ ഡിറക്ഷനും ഒന്ന് തന്നെയാണ്, താഴോട്ടാണ് ഒഴുകുന്നത്. സോ ഹിയർ ഇവിടെ വന്ന് ചേരുന്നത് ഈ പറയുന്നതാണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും, ഇവിടെ കൂടെ വന്ന് ചേരുന്നതാണ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ചമ്പൽ, സിന്ധ്, ബേത്വ, കെൻ ഒക്കെ യമുനയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. നെക്സ്റ്റ് ഈസ് സോൺ. സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഗംഗയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് യമുനയാണ്, അല്ലാണ്ട് ചമ്പലും സിന്ധും ബേത്വയും കെന്നുമല്ല. ഈ പറയുന്ന ബേത്വ, കെൻ, സിന്ധ്, ചമ്പൽ എന്ന് പറയുന്നത് യമുനയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണെന്ന് വേണം പഠിക്കാൻ. ദെൻ സോൺ. സോൺ എന്ത് ചെയ്യുന്നു? നമ്മുടെ മധ്യപ്രദേശില് ഒരു അമർഖണ്ഡക് എന്ന് പറഞ്ഞിട്ടൊരു ഹില്ലുണ്ട്, അവിടെ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. അവിടെ നിന്നും ഒറിജിൻ ചെയ്ത് എന്ത് ചെയ്യും? ബീഹാറിലെ പാറ്റ്നയിൽ വെച്ച് നമ്മുടെ ഗംഗയിലേക്ക് ജോയിൻ ചെയ്യും കേട്ടോ. ബീഹാറിന്റെ ക്യാപിറ്റൽ ആണ് പാറ്റ്ന എന്ന് പറയുന്നത്. അപ്പൊ ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ലക്നൗ. ലക്നൗ. ഓക്കെ, നിങ്ങൾ പറ്റുന്ന സമയമൊക്കെ അറ്റ്ലസ് എടുത്ത് വെച്ചിട്ട് ഈ പറയുന്ന സ്റ്റേറ്റുകളും സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റൽ ഒക്കെ പഠിക്കുക. ഇതൊക്കെ ബേസിക് ഫാക്ട്സ് ആണ് കേട്ടോ. സോ ഹിയർ ഈ പറയുന്ന ബീഹാറിന്റെ ക്യാപിറ്റലായ പാറ്റ്നയിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന സോൺ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഗംഗ റിവറിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ദെൻ ഹൂഗ്ലി. ഹൂഗ്ലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം ട്രിബ്യൂട്ടറി ആണ്, അതേസമയം ഗംഗയുടെ ഡിസ്ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ കൈവരിയാണ് ഹൂഗ്ലി റിവർ എന്ന് പറയുന്നത്. അതായത് ഗംഗയിലെ വെള്ളം എങ്ങോട്ടേക്ക് പോകുന്നു? ഹൂഗ്ലി റിവറിലേക്ക് പോകുന്നു. ആൻഡ് ഹൂഗ്ലിയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ് ദാമോദർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വൺ വേ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ അതർ വേ നമുക്ക് പറയാം ഗംഗയുടെ തന്നെ ട്രിബ്യൂട്ടറി ആണ് ദാമോദർ എന്നും പറയാം. കാരണം എന്താണ്? ഗംഗയുടെ വെള്ളം തന്നെ അല്ല ഇങ്ങോട്ടേക്കും പോകുന്നത്, അതുകൊണ്ട് തന്നെ ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ് ദാമോദർ എന്നും പറയാം. പക്ഷെ ഈ പറയുന്ന യമുനയൊന്നും എന്തല്ല, ഗംഗയുടെ വെള്ളമല്ല, കാരണം വേറെ ഒരു റിവർ ആണ് വന്ന് ചേരുന്നത്. അതേസമയം ഡിസ്ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ കൈവരി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗംഗയുടെ വെള്ളം തന്നെയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇൻഡയറക്ട്ലി, അതായത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമുക്ക് പറയാം ദാമോദർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണെന്നും പറയാം. ദെൻ വൺസ് ഇത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ആരുണ്ട്? ബംഗ്ലാദേശ് ഉണ്ട്. ബംഗ്ലാദേശിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ഗംഗ എന്നല്ല പദ്മ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഗംഗ എന്നല്ല പദ്മ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. ഗംഗാ റിവർ ഒറിജിൻ ചെയ്യുന്ന എവിടെ നിന്നുമാണ്? ഗംഗോത്രി ഗ്ലേഷ്യർ. അതെ, ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നും. ഗോമുഖ് എന്ന് പറയുന്ന ഈ പറയുന്ന ഉത്തരാഖണ്ഡിലെ ഗോമുഖ് എന്ന് പറയുന്ന പ്രദേശത്തെ ഈ പറയുന്ന ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നുമാണ് ഗംഗ ഒറിജിൻ ചെയ്യുന്നത്. എന്നാൽ അവിടെ ഗംഗയെ ഗംഗ എന്നല്ല അറിയപ്പെടുന്നത്, മനസ്സിലാക്കി വെക്കുക, ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എന്താണെന്നാണ് അറിയപ്പെടുന്നത്? ഭഗീരഥി. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഇതിൽ ഏതൊക്കെയാണ്? രാംഗംഗ, ഗോമതി, ഗഗ്ര, ഗണ്ഡക് ആൻഡ് കോസി ഓർ കോശി. ആൻഡ് വൺ മോർ, മഹാനന്ദ. ഓക്കെ, ദെൻ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് മെയിൻലി നമ്മൾ പറയുന്നത് യമുനയും സോണുമാണ്. ഇത് മാത്രമല്ല ഒരെണ്ണം കൂടി വേറെയുണ്ട് കേട്ടോ. ഒരെണ്ണമല്ല, പുൻപുൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ നദിയുണ്ട്. സോ അതൊക്കെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ദെൻ ഹൂഗ്ലി എന്ന് പറയുന്നത് നമ്മുടെ ഗംഗയുടെ ഡിസ്ട്രിബ്യൂട്ടറി ഓർ കൈവരിയാണ്. ഈ ഹൂഗ്ലിയുടെ ട്രിബ്യൂട്ടറി ആണ് ദാമോദർ.
ഓർ നമുക്ക് പറയാം ഗംഗയുടെ ട്രിബ്യൂട്ടറി തന്നെയാണ് ദാമോദർ എന്നും പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? Yes, ma'am. എക്സ്ക്യൂസ് മീ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? Yes, ma'am. സോ ഇനി നമുക്ക് മാപ്പ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടി ക്ലിയർ ആവും കേട്ടോ. നമ്മൾ നേരത്തെ ആദ്യം കണ്ട എന്താണ്, ഗംഗയുടെ ലെങ്ത് കാണിച്ചു 2525, അതായത് 25 കിലോമീറ്റർ എന്ന് കാണിച്ചു. 1525 കിലോമീറ്റർ എന്ന് കാണിച്ചു. പിന്നെ 2 കൺട്രീസ്, അതായത് നമ്മുടെ ഇന്ത്യയും അതുപോലെ ബംഗ്ലാദേശ്, ഈ പറയുന്ന 2 കൺട്രീസിലൂടെയാണ് നമ്മുടെ ഗംഗ ഒഴുകുന്നത്. ഇനി എവിടെ നിന്നും ഒറിജിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു? ഉത്തരാഖണ്ഡിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഏതൊക്കെ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. മനസ്സിലായോ? ഒന്നും കൂടി നോക്കിക്കേ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ലെങ്ത് തന്നിട്ടുണ്ട്, ഏതൊക്കെ കൺട്രീസ് എന്ന് കാണിച്ചു, ദെൻ സ്റ്റേറ്റുകളാണ് പറയുന്നത്. കണ്ടോ, ഏറ്റവും ലോങ്സ്റ്റ് ഏതാണ്? Uttar Pradesh. ഉത്തർപ്രദേശ് ആണ്. ജാർഖണ്ഡ് കണ്ടോ, വളരെ കുറച്ച് ദൂരത്തിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത് ജാർഖണ്ഡ്. ഈ പറയുന്ന വയലറ്റ് ആണ് കേട്ടോ ജാർഖണ്ഡ്. ആൻഡ് ഓറഞ്ച് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ ആണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ദെൻ ബംഗ്ലാദേശിലേക്ക് എൻ്റർ ചെയ്യുന്നു, ബംഗ്ലാദേശിൽ നിന്നും ബേ ഓഫ് ബംഗാളിലേക്ക് ചെന്ന് ചേരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, ഇനി ഗംഗയുടെ ഫോർമേഷനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഗംഗ ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നുമാണെന്ന് പറഞ്ഞു? ഉത്തരാഖണ്ഡിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ഉത്തരാഖണ്ഡില് ഗംഗനെ ഗംഗ എന്നല്ല അറിയപ്പെടുന്നത്, അതിന് പകരം നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഭഗീരഥി എന്ന് കേട്ടോ. ഭഗീരഥി ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ, ഭഗീരഥി. ഈ പറയുന്ന ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നും ഈ പറയുന്ന ഭഗീരഥി വന്ന് ഇങ്ങനെ ഒഴുകി വരികയാണ്. ഈ ഒഴുകി വരുന്ന സമയം ഇവിടെ വേറൊരു റിവർ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, അതാണ് അളകനന്ദ കേട്ടോ. ഈ പറയുന്ന നദിയാണ് ഏത്? അളകനന്ദ എന്ന് പറയുന്നത്. ഹിയർ അളകനന്ദ കേട്ടോ. ഈ പറയുന്ന അളകനന്ദയും ഭഗീരഥയും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് കോൺഫ്ലുവൻസ് എന്ന് പറയും. ഈ ജംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദേവപ്രയാഗ്. എന്താണ്? ദേവപ്രയാഗ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അളകനന്ദയും ഭഗീരഥയും ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ദേവപ്രയാഗ്. ദേവപ്രയാഗ് കേട്ടോ. അപ്പൊ ഇവിടെ ആണ് എന്ത് കാണാനായിട്ട് പറ്റുന്നത്? നമ്മുടെ ദേവപ്രയാഗ്. ദേവപ്രയാഗ് കേട്ടോ, ദേവപ്രയാഗ്. ഇനി ഈ പറയുന്ന അളകനന്ദയിലേക്ക് ഭഗീരഥി മാത്രമല്ല, ഏറ്റവും ലാസ്റ്റ് ജോയിൻ ചെയ്യുന്ന റിവർ ആണ് ഭഗീരഥി. ഈ പറയുന്ന അളകനന്ദയില് വേറെയും നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്നുണ്ട്. വേറെയും 4 നദികൾ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ഓരോ ജംഗ്ഷനും ഓരോ പേരുണ്ട്. അതുകൊണ്ട് ഏറ്റവും അവസാനമാണ് ഈ പറയുന്ന ഭഗീരഥി വന്ന് ജോയിൻ ചെയ്യുന്നത്. ഈ പറയുന്ന ഭഗീരഥിയിൽ നിന്നും ഭഗീരഥി റിവർ അളകനന്ദയിലേക്ക് ജോയിൻ ചെയ്തതിനു ശേഷം പിന്നെ ഒഴുകുന്ന സമയം തൊട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗംഗ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ഉത്തരാഖണ്ഡിൽ നിന്നും ഒറിജിൻ ചെയ്യുമ്പോൾ ഗംഗയുടെ പേര് ഗംഗ എന്നല്ല, മനസ്സിലാക്കി വെക്കുക, ഭഗീരഥി എന്നാണ് കേട്ടോ. ഈ പറയുന്ന ഭഗീരഥി അളകനന്ദ എന്ന് പറയുന്ന നദിയിലേക്ക് വന്ന് ചേരുന്ന ആ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ദേവപ്രയാഗ്. ഈ പറയുന്ന ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലം തൊട്ട് പിന്നെ അറിയപ്പെടുന്നതാണ് ഏതെന്ന്? ഗംഗ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ പറയുന്ന ദേവപ്രയാഗ് പോലെ വേറെയും പ്രയാഗുകളുണ്ട്, അതായത് വേറെയും ജംഗ്ഷനുകളുണ്ട്. ഈ പറയുന്ന നദികൾ, 2 നദികൾ കൂടിച്ചേരുന്ന ജംഗ്ഷൻ വേറെയും ഉണ്ട്. ഈ പറയുന്ന അളകനന്ദയിലേക്കാണ് വന്ന് ചേരുന്നത്. ഏറ്റവും അവസാനം വന്ന് ചേരുന്നതാണ് ഭഗീരഥി. അപ്പൊ നമുക്ക് നോക്കാം.
അളകനന്ദയിലേക്ക് ആദ്യം വന്നു ചേരുന്നത് ധൗളി ഗംഗ എന്ന് പറയുന്ന റിവർ ആണ്. ആൻഡ് ആ ഒരു ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് വിഷ്ണുപ്രയാഗ്. ആൻഡ് ദെൻ അടുത്ത് വേറൊരു റിവർ വന്ന് ചേരുന്നുണ്ട്, ദാറ്റ് ഇസ് നന്ദാകിനി കേട്ടോ. നന്ദാകിനി എന്നാണ് നന്ദാകിനി, അങ്ങനെ ആലോചിച്ച് വെക്കാം. അത് നന്ദപ്രയാഗ് കേട്ടോ, NAN, നന്ദാകിനി, നന്ദപ്രയാഗ്. ദെൻ പിണ്ടാർ എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ട്, അത് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് അളകനന്ദയിലേക്ക്. എന്തായാലും കോമൺ ആയിട്ട് വരുന്നത് ഏത് റിവർ ആണ്? അളകനന്ദയാണ്. അളകനന്ദയിലേക്ക് പിണ്ടാർ വന്ന് ജോയിൻ ചെയ്യുന്ന ആ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് കർണപ്രയാഗ്. അപ്പൊ ഇനിയും പ്രയാഗുകളുണ്ട്, ഇനി രുദ്രപ്രയാഗ് ഉണ്ട്, അതുപോലെ ദേവപ്രയാഗ്. ദേവപ്രയാഗ് ആണ് ഏറ്റവും അവസാനം ഫോം ചെയ്യുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കണ്ടോ, ഈ പറയുന്ന 5 പ്രയാഗുകൾ. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് കാണാനായിട്ട് പറ്റുന്ന റിവർ ആണ് അളകനന്ദ, അളകനന്ദ, അതുപോലെ അളകനന്ദ, അളകനന്ദ. ഈ പറയുന്ന ഇതാണ് അളകനന്ദ എന്ന് വെക്കാം. അളകനന്ദയിലേക്ക് ആദ്യം വന്നു ചേരുന്ന റിവർ ആണ് ധൗളി ഗംഗ റിവർ എന്ന് പറയുന്നത്. ഹിയർ ധൗളി ഗംഗ, ഇതാണ് ആദ്യമായിട്ട്. അപ്പൊ ഡീന്നിടാം, ഇത് അളകനന്ദയാണ് കേട്ടോ. അപ്പൊ ധൗളി ഗംഗ വന്ന് ജോയിൻ ചെയ്യുന്ന ഈ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് വിഷ്ണുപ്രയാഗ്. അതിനുശേഷം വേറൊരു റിവർ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് നന്ദാകിനി. അപ്പൊ അതിന് എന്നിടാം. അപ്പൊ ആദ്യം വന്ന് ജോയിൻ ചെയ്യുന്നത് ഈ പറയുന്ന ഇതാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് ഇസ് നന്ദാകിനിയാണ്. ഈ നന്ദാകിനി വന്ന് ജോയിൻ ചെയ്യുന്ന ഈ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് അളകനന്ദയിലേക്കാണ് ജോയിൻ ചെയ്തത്. കണ്ടോ, ഇതാണ് അളകനന്ദ. അളകനന്ദ ഇങ്ങനെ ഒഴുകുകയാണ്, അളകനന്ദയിലേക്കാണ് വന്ന് ചേരുന്ന നന്ദാകിനി. ഈ നന്ദാകിനി ആ പേരിൽ തന്നെ ഉണ്ട് നന്ദപ്രയാഗ് കേട്ടോ. ഈ ഒരു ജംഗ്ഷനെ വിളിക്കുന്ന പേരെന്താണ്? നന്ദപ്രയാഗ്. ദെൻ അടുത്ത് വരുന്നതാണ് പിണ്ടാർ. അടുത്ത് പിണ്ടാർ വരുന്നു, പീന്നിടാം. പിണ്ടാർ എന്ത് ചെയ്യുന്നു? വന്ന് ജോയിൻ ചെയ്യുന്നു. ഈ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് കർണപ്രയാഗ്. ഓക്കെ, ഹിയർ ഇതാണ് മൂന്നാമത് വന്ന് ചേരുന്നത് പിണ്ടാറാണ്. പിണ്ടാറ് ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് കർണപ്രയാഗ്. ദെൻ അടുത്ത് വന്ന് ചേരുന്നതാണ് മന്ദാകിനി. അപ്പൊ ഇവിടെ കൂടെയാണ് മന്ദാകിനി വന്ന് ജോയിൻ ചെയ്യുന്നത്. മന്ദാകിനി കേട്ടോ, ഇപ്പൊ ഒരു ഫിലിം, എനിക്കൊന്ന് ഒരു ഫിലിം ഉണ്ട് മന്ദാകിനി എന്നെന്തോ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ഈ ആ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആലോചിക്കുക രുദ്രപ്രയാഗ് എന്ന് ആലോചിക്കുക. ഈ പറയുന്ന മന്ദാകിനി അളകനന്ദയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് രുദ്രപ്രയാഗ്. അപ്പൊ ഇത് നാലാമത്. ആൻഡ് ലാസ്റ്റ് വന്ന് ജോയിൻ ചെയ്യുന്ന നദിയാണ് ഭഗീരഥി. ഉത്തരാഖണ്ഡിൽ നിന്നും ഒറിജിൻ ചെയ്ത് ബീന്നിടാം. ഉത്തരാഖണ്ഡിൽ നിന്നും ഒറിജിൻ ചെയ്ത് ഈ അളകനന്ദയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ദേവപ്രയാഗ്. ഇനി ഇവിടം തൊട്ട് പിന്നെ ഒഴുകുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗംഗ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു ഫ്ലോ മനസ്സിലായോ ഗംഗയുടെ? ഗംഗയുടെ ഫോർമേഷൻ മനസ്സിലായില്ലേ? അളകനന്ദയിലേക്ക് ആദ്യം ജോയിൻ ചെയ്യുന്നത് ധൗളി ഗംഗ. ദെൻ ആ ഒരു ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് വിഷ്ണുപ്രയാഗ്. ദെൻ നന്ദാകിനി ജോയിൻ ചെയ്യും. ഈ നന്ദാകിനി ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ്, അതിൽ തന്നെ ഉണ്ട്, നന്ദപ്രയാഗ്. ദെൻ പിണ്ടാർ എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ട്, അത് ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് കർണപ്രയാഗ്. ദെൻ മന്ദാകിനി, ഇത് ആലോചിക്കുക, എന്നാണ് നന്ദാകിനി, ഇത് ആണ് മന്ദാകിനി കേട്ടോ. നന്ദാകിനിയും മന്ദാകിനിയും തെറ്റിപ്പോവല്ലേ. നന്ദാകിനി നന്ദപ്രയാഗ്, തെറ്റാൻ ചാൻസ് ഇല്ല. NA എന്ന് വെച്ച് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നന്ദാകിനി നന്ദപ്രയാഗും, മന്ദാകിനി എന്ന് പറയുന്നത് രുദ്രപ്രയാഗും, അതുപോലെ ഭഗീരഥി വന്ന് ചേരുന്നതാണ് ദേവപ്രയാഗ്. ദേവപ്രയാഗ് തൊട്ട് അറിയപ്പെടുന്നതാണ് ഗംഗ എന്ന്. അപ്പൊ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഗംഗ ഉത്തരാഖണ്ഡിൽ നിന്നും ഒറിജിൻ ചെയ്യുമ്പോൾ ഗംഗ എന്നല്ല അറിയപ്പെടുന്നത്, അതിന് പകരം അറിയപ്പെടുന്നത് ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, ഈ ഒരു മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ വരച്ചത് തന്നെയാണ്. എനിവേ, ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് അളകനന്ദ. അളകനന്ദയിലേക്ക് ആദ്യം വന്നു ചേരുന്ന റിവർ ആണ് ഏത്? ധൗളി ഗംഗ കേട്ടോ. ഈ ധൗളി ഗംഗയുടെ ജംഗ്ഷൻ അറിയപ്പെടുന്ന പേരാണ് വിഷ്ണുപ്രയാഗ്. ദെൻ വന്നു ചേരുന്ന അടുത്ത നദിയാണ് നന്ദാകിനി. നന്ദാകിനി ജോയിൻ ചെയ്യുന്ന ഈ ഒരു ജംഗ്ഷൻ അറിയപ്പെടുന്ന പേരാണ് നന്ദപ്രയാഗം. ദെൻ നെക്സ്റ്റ് ഇസ് പിണ്ടാർ. പിണ്ടാർ വന്നു ചേരുന്ന ആ ജംഗ്ഷനെ അറിയപ്പെടുന്ന പേരാണ് കർണപ്രയാഗം. ദെൻ മന്ദാകിനി വന്നു ചേരുന്നു. മന്ദാകിനി വന്ന് ചേരുന്നതിനെയാണ് നമ്മൾ ആ ഒരു ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് രുദ്രപ്രയാഗം.
ആൻഡ് അറ്റ് ലാസ്റ്റ് വന്ന് ചേരുന്നതാണ് ഭഗീരഥി. ഭഗീരഥി വന്ന് ചേരുന്ന ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ദേവപ്രയാഗ്. അപ്പൊ ഇവിടുത്തെ കോമൺ റിവർ എന്ന് പറയുന്നത് അളകനന്ദയാണ് അല്ലെ, കാരണം ഈ പറയുന്ന നദികളെല്ലാം വന്ന് ചേരുന്നത് അളകനന്ദയിലേക്കാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അളകനന്ദ, ഈ പറയുന്ന ബ്ലൂ കളർ അളകനന്ദയല്ലേ, അളകനന്ദ നദീതീരത്തിരിക്കുന്ന ഒരു പിൽഗ്രിം സെന്റർ ആണ് ഈ പറയുന്ന ബദ്രീനാഥ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ബദ്രീനാഥ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. അത് ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാൽ അളകനന്ദ എന്ന് പറയാം. അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ബദ്രീനാഥ് ഏത് നദീ തീരത്താണെന്ന് ചോദിച്ചാൽ അളകനന്ദ എന്ന് പറയാ. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഉത്തരാഖണ്ഡിലാണ്. ദെൻ നെക്സ്റ്റ് ഈസ് കേദാർനാഥ് ഇരിക്കുന്നത് ഏത് നദീ തീരത്താണെന്ന് ചോദിച്ചാൽ മന്ദാകിനി, അതും ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. കേദാർനാഥ് ഇരിക്കുന്നത് ഏത് നദീ തീരത്താണെന്ന് ചോദിച്ചാൽ മന്ദാകിനി നദീ തീരത്താണ്. ദെൻ ഗംഗോത്രി അല്ലെ, ഞാൻ പറഞ്ഞു ഈ നമ്മുടെ ഗംഗ ഒറിജിൻ ചെയ്യുന്നത് ഗംഗോത്രിയിൽ നിന്നുമാണ് അല്ലെ, ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബട്ട് അവിടെ നമ്മൾ ഗംഗ എന്നല്ല വിളിക്കുന്നത്, ഭഗീരഥി എന്നാണ് വിളിക്കുന്നത്. ഭഗീരഥിയിൽ നിന്നും ഭഗീരഥി അളകനന്ദയിൽ ജോയിൻ ചെയ്തതിനു ശേഷം ദേവപ്രയാഗ് തൊട്ടാണ് നമ്മൾ ഇതിനെ ഗംഗ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് യമുനേന്റെ ഒറിജിൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഉത്തരാഖണ്ഡിൽ നിന്ന് തന്നെയാണ്. അവിടെ വേറൊരു ഗ്ലേഷ്യർ ഉണ്ട്, ദാറ്റ് ഈസ് യമുനോത്രി ഗ്ലേഷ്യർ. ഈ പറയുന്ന യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നും ഒറിജിൻ ചെയ്യുന്ന റിവർ ആണ് യമുന. ദെൻ ഈ പറയുന്ന യമുന ഒഴുകി അലഹബാദ്, അതായത് പ്രയാഗ്രാജ് എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. പ്രയാഗ്രാജ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഒരു സിറ്റിയാണ്, അതായത് അലഹബാദ്. അവിടെ വെച്ചിട്ടാണ് പിന്നെ ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ കുറെ കൂടി മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഞാനിപ്പോ പറഞ്ഞത് തന്നെയാണ്, നോക്കിയാൽ മതി. ഇത് ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ, ഈ കളർ റെഡ് കളർ. കണ്ടോ, ഭഗീരഥി റിവർ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നുമാണ്, അതായത് ഗോമുഖ് എന്ന് പറയുന്ന പ്ലേസിൽ നിന്നുമാണ് ഭഗീരഥി ഒറിജിൻ ചെയ്യുന്നത്. ആൻഡ് ഇപ്പുറത്ത് കാണുന്നതാണ് അളകനന്ദ. ഇവര് കോൺഫ്ലുവൻസ്, അതായത് ഇവര് മീറ്റ് ചെയ്യുന്ന ജംഗ്ഷൻ അറിയപ്പെടുന്ന പേരാണ് ദേവപ്രയാഗ്. അവിടെ തൊട്ടാണ് നമ്മൾ ഈ പറയുന്ന റിവറിനെ ഗംഗ എന്ന് വിളിക്കുന്നത്. ഇനി ടെഹരി ഡാം കേട്ടോ, ടെഹരി ഡാമിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഇരിക്കുന്ന, അതായത് ഏറ്റവും ഉയരത്തിൽ ഇരിക്കുന്ന ഡാം ആണ് അല്ലെങ്കിൽ അണക്കെട്ടാണ് ടെഹരി ഡാം എന്ന് പറയുന്നത്. ഈ ടെഹരി ഡാം ഏത് നദീ തീരത്താണ് ഇരിക്കുന്നത്? ഏത് നദിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ നദി ഏതാണ്? ഈ വരുന്ന നദി ഏതാണ്? ഭഗീരഥി. അതെ. അപ്പം ജസ്റ്റ് ഈ ഒരു ഫിഗർ മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ ഇരിക്കുന്ന ഡാം, അതായത് അണക്കെട്ടാണ് ഈ പറയുന്ന ടെഹ്രി ഡാം. ഈ പറയുന്ന ടെഹ്രി ഡാം ഏത് നദിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം ഭഗീരഥിയാണ്. ഗംഗ എന്നൊന്നും എഴുതരുത്, കാരണം ഉത്തരാഖണ്ഡിലെ ഗംഗ എന്നല്ല അറിയപ്പെടുന്നത്, ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം, ഏറ്റവും എന്താ പറയാ ലാർജസ്റ്റ് ഡാം ഇൻ ഇന്ത്യ ഏതാണ്? ഏതാണ് ലാർജസ്റ്റ് ഡാം ഇൻ ഇന്ത്യ? ബക്രാനങ്കലാണോ? അതെ, ബക്രാനങ്കൽ ഡാം ആണ് കേട്ടോ. ഏത് നദിയിലാണ് ബക്രാനങ്കൽ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? സത്ലജ്. അതെ, സത്ലജിലാണ് ഈ പറയുന്ന ബക്രാനങ്കൽ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന ടെഹരി ഡാം ഉത്തരാഖണ്ഡിലാണ് കേട്ടോ, ആൻഡ് ബക്രാനങ്കൽ ഹിമാചൽ പ്രദേശിലാണ്. ഇനി അളകനന്ദയെ കുറിച്ചാണ് പറയുന്നത്.
അളകനന്ദയിലേക്ക് വന്ന് ചേരുന്ന റിവേഴ്സും അവരുടെ ജംഗ്ഷൻ ഒരു വിഷ്ണു പ്രയാഗ് അതൊക്കെയാണ് പറയുന്നത്. പിന്നെ അളകനന്ദ ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് പറയുന്നുണ്ട്. സദോബന്ത് ഗ്ലേഷ്യറിൽ നിന്നുമാണ് കേട്ടോ ഒറിജിൻ ചെയ്യുന്നത്. ബദ്രീനാഥ് പിൽഗ്രിം സെന്റർ ഏത് നദീതീരത്താണെന്ന് ചോദിക്കാം. ധൗളിഗംഗ ചേരുന്നിടത്താണ് വിഷ്ണു പ്രയാഗ്. നന്ദാകിനി ചേരുന്നിടത്താണ് നന്ദപ്രയാഗ്. ദെൻ പിണ്ടാർ എന്ന് പറയുന്ന റിവർ ജോയിൻ ചെയ്യുന്നിടത്താണ് കർണപ്രയാഗ്. ദെൻ മന്ദാകിനി ജോയിൻ ചെയ്യുന്നിടത്ത് രുദ്രപ്രയാഗ്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ഭഗീരഥി ജോയിൻ ചെയ്യുന്നിടത്താണ് ദേവപ്രയാഗ്. ഓക്കെ, പിന്നെ അവിടെ തൊട്ടാണ് ഗംഗാ റിവർ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഉത്തരാഖണ്ഡിൽ നമ്മൾ പഠിക്കുന്ന വേറെ പിൽഗ്രിം സെന്റേഴ്സ് ഉണ്ട്, ഋഷികേശും അതുപോലെ തന്നെ ഹരിദ്വാറും. ഈ പറയുന്ന ഋഷികേശും ഹരിദ്വാറും ഏത് നദീതീരത്ത് എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം. ഏത് നദീതീരത്താണ്? ഇത് ഭഗീരഥി, ഇത് അളകനന്ദ. അപ്പൊ ഈ കാണുന്നത് ഏത് നദിയാണ്? പിന്നെ ഇതാണ് ദേവപ്രയാഗ്, ഗംഗയാണ് കേട്ടോ. അപ്പൊ തെറ്റിക്കല്ല, മനസ്സിലാക്കി മാപ്പ് വെച്ച് തന്നെ പഠിക്കാം. നമ്മുടെ ബേസിക് കാര്യങ്ങൾ തെറ്റിപ്പോയാൽ പിന്നെ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പർ ലെവലിലേക്ക് പഠിച്ചിട്ട് ദർ ഇസ് നോ റീസൺ, ഒന്നുമില്ല, അതായത് ഒരു ആവശ്യമില്ല പഠിക്കേണ്ട. അപ്പൊ നമ്മൾ ബേസ്മെന്റ് എപ്പോഴും എന്താക്കാം, തറോ ആക്കി വെക്കാം. കൺഫ്യൂഷൻ വരല്, തെറ്റിപ്പോവല്. മാക്സിമം ജോഗ്രഫി പഠിക്കുമ്പോൾ മാപ്പ് വെച്ച് പഠിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന ഋഷികേശും ഹരിദ്വാറും ഉത്തരാഖണ്ഡിലാണ്. ഈ പറയുന്ന 2 പിൽഗ്രിം സെന്റേഴ്സും ഏത് നദീതീരത്ത് എന്ന് ചോദിച്ചാൽ ഗംഗാ നദീതീരത്താണ് കേട്ടോ. അപ്പൊ ഇവിടെയാണ് ദേവപ്രയാഗ്, ഈ പറയുന്ന ഭഗീരഥി അതുപോലെ അളകനന്ദ വന്ന് ജോയിൻ ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ദേവപ്രയാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെഡ് കളർ ആണ് ഉത്തരാഖണ്ഡ്. ഈ പറയുന്ന ഉത്തരാഖണ്ഡിൽ നിന്നും എവിടേക്ക് എൻറ്റർ ചെയ്യുകയാണ്? നമ്മുടെ ഉത്തർപ്രദേശിലേക്ക് എൻറ്റർ ചെയ്യുകയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി അതിന്റെ ബാക്കിയാണ് കേട്ടോ, ലൈക്ക് കണ്ടിന്യൂഷൻ. നോക്കിക്കേ, ഈ കാണുന്ന ബ്ലൂ കളറാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ ഒരുപാട് സിറ്റീസ് നമുക്ക് മനസ്സിലാവും. അതായത് ഒരുപാട് സിറ്റീസ് ഗംഗാ നദീ തീരത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ എക്സാമിന് പ്രിലിംസ് ആയിക്കോട്ടെ, ഈ പറയുന്ന സിവിൽ സർവീസ് എക്സാംസിനൊക്കെ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഈ പറയുന്ന സിറ്റീസ് ഇങ്ങനെ ചോദിക്കാം. ഈ പറയുന്ന പട്ടണം, സിറ്റീസ് ഒക്കെ ഏത് നദീ തീരത്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ഏത് നദീ തീരത്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. സോ അപ്പൊ നമ്മൾ കൂടുതലും ഈ നദി ഒഴുകുമ്പോൾ അതിന്റെ തീരത്ത് വരുന്ന സിറ്റീസ് ഒക്കെ, അതായത് എല്ലാ സിറ്റീസും പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല, എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, സോ ഉത്തർപ്രദേശിലേക്ക് എൻറ്റർ ചെയ്തു. ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ ബിജ്നോർ എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. ദെൻ കംസ് കാൺപൂർ, ദെൻ പ്രയാഗ്രാജ് അല്ലെ. പ്രയാഗ്രാജ് ഏതാണ്? അലഹബാദ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ബിജ്നോറും അലഹബാദും അതുപോലെ തന്നെ കാൺപൂർ ഒക്കെ പറഞ്ഞു അല്ലെ. ഇതെല്ലാം ഏത് നദീ തീരത്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗംഗാ നദീ തീരത്താണ്. അപ്പൊ തെറ്റിക്കരുത്. ഇവിടെ നമ്മളൊരു ത്രിവേണി സംഘം പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന പ്രയാഗ്രാജില് ത്രിവേണി സംഘം പറയുന്നുണ്ട്. അപ്പൊ ത്രിവേണി എന്ന് പറയുമ്പോൾ തന്നെ 3 ആണ്. അപ്പൊ ഈ പറയുന്ന 3 ഏതൊക്കെയാണ്? ഏതൊക്കെ 3 നദികൾ ചേരുന്നിടത്താണ് നമ്മൾ ത്രിവേണി സംഘം എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ 1 ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫസ്റ്റ് വൺ ഈസ് ഗംഗ. സെക്കൻഡ് എന്ന് പറയുന്നത് യമുനയാണ്, നമ്മുടെ ഗംഗയുടെ തന്നെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആയിട്ടുള്ള യമുന. ആൻഡ് 1 മോർ സരസ്വതി. സരസ്വതി നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല, ഭൂമിക്ക് അടിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് സരസ്വതി. ഈ 3 നദികൾ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ത്രിവേണി സംഘം എന്നറിയപ്പെടുന്നത്. ആൻഡ് ത്രിവേണി സംഘം എവിടെയാണ് എന്ന് ചോദിച്ചാൽ പ്രയാഗ്രാജിലാണ് അല്ലെങ്കിൽ അലഹബാദിലാണ്. ഇനി ഉത്തർപ്രദേശിലൂടെ ഒഴുകാണ് നമ്മുടെ ഗംഗ. ദെൻ മിർസാപൂർ,
വാരണാസി കേട്ടോ. വാരണാസി ചോദിക്കാം. വാരണാസി ഏത് നദീ തീരത്താണ്? ഗംഗാ നദീ തീരത്താണ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ദെൻ ബീഹാറിലേക്ക് എൻട്രി ചെയ്യുന്നു. ഈ ഗ്രീൻ കളർ ആണ് ബീഹാർ. ബീഹാറിന്റെ ക്യാപിറ്റൽ ആണ് പാറ്റ്ന. പാറ്റ്ന ഏത് നദീ തീരത്തെന്ന് ചോദിച്ചാലും ഗംഗാ നദീ തീരത്താണ് കേട്ടോ. അതും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കാൺപൂർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അലഹബാദ്, ദെൻ വാരണാസി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ ഇത് ജാർഖണ്ഡ്. ജാർഖണ്ഡിലൂടെ ഒന്നുമില്ല, കാരണം കുറച്ച് ദൂരമല്ലേ ഒഴുകുന്നുള്ളൂ. ദെൻ കംസ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഫറാക്ക ഏത് നദീ തീരത്തെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഗംഗാ നദീ തീരത്താണ്. And അവിടെ നമുക്കൊരു ബാരേജ് ഉണ്ട്. ആ ബാരേജിനെ വിളിക്കുന്ന പേരാണ് ഫറാക്ക ബാരേജ് എന്ന് പറയുന്നുണ്ട്. ഈ ഫറാക്ക ബാരേജ് എന്തിനാണ് എന്ന് ചോദിച്ചാല് ഈ പറയുന്ന ഗംഗ കണ്ടോ, ഇത് ഗംഗ അല്ല, ഗംഗ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഗംഗ ഒഴുകി വരുമ്പോൾ കുറച്ച് വെള്ളം എങ്ങോട്ടേക്ക് നമ്മൾ വിടുകയാണ്. നമ്മൾ പറഞ്ഞു ഗംഗയുടെ ഡിസ്ട്രിബ്യൂട്ടറി ആണ് ഹൂഗ്ലി എന്ന് പറഞ്ഞു. ഈ കാണുന്നതാണ് ഹൂഗ്ലി റിവർ എന്ന് പറയുന്നത്. ഈ ഗംഗ ഒഴുകി വരുമ്പോൾ അതിന്റെ ഫ്ലോ തടഞ്ഞു വെച്ചിട്ട്, അതായത് അതിന്റെ ഒഴുക്ക് തടഞ്ഞിട്ട് നമ്മൾ അതിന് എന്താണ് ആ ഒരു ഫ്ലോനെ നമ്മൾ കൺട്രോൾ ചെയ്യാണ്. എന്നിട്ട് ഈ പറയുന്ന ഗംഗാ റിവറിലെ വാട്ടർ നമ്മൾ എങ്ങോട്ടേക്ക് ഡിവീറ്റ് ചെയ്ത് വിടുന്നുണ്ട്? ഹൂഗ്ലി റിവറിലേക്ക് ഡിവീറ്റ് ചെയ്ത് വിടുന്നുണ്ട്. ആൻഡ് ദെൻ അതിന്റെ ബാക്കി വാട്ടർ ആണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ബംഗ്ലാദേശ്. കണ്ടോ, ഇത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഫറാക്ക ബാരേജ് വെസ്റ്റ് ബംഗാളിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൂഗ്ലി നദിയിലേക്ക് വെള്ളം, ഈ പറയുന്ന ഗംഗാ റിവറിലെ വെള്ളം ഡിവൈറ്റ് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ബാക്കിയുള്ള വാട്ടർ ആണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ബംഗ്ലാദേശിലേക്ക് പോകുന്നത്. ഓക്കെ, ഗ്രീൻ കളർ ആണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ വൺസ് അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഗംഗാ റിവർ എന്നല്ല അറിയപ്പെടുന്നത്, പദ്മ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, വിച്ച് റിവർ ഇസ് നോൺ ആസ് പദ്മ ഇൻ ബംഗ്ലാദേശ് എന്ന് ചോദിച്ചാൽ പറയണം ഗംഗയാണെന്ന് പറയണം. ദെൻ ഇതാണ് ഹൂഗ്ലി കേട്ടോ. ഈ പറയുന്ന ഇവിടെ നിന്നും പോകുന്നതാണ് ഹൂഗ്ലി. ഈ പറയുന്ന പദ്മ റിവറും ഹൂഗ്ലി റിവറും എല്ലാം എവിടെയാണ് ചെന്ന് ചേരുന്നത്? ബംഗാൾ ഉൾക്കടലിലേക്കാണ് ചേരുന്നത്. അതായത് നമ്മുടെ ബേ ഓഫ് ബംഗാളിലാണ് ചെന്ന് ചേരുന്നത്. ഇവിടെയാണ് ഫറാക്ക ബാരേജ്. കണ്ടോ, വെള്ളം തടയുന്നതാണ് കേട്ടോ. അത് അങ്ങോട്ടേക്ക് മുഴുവനും പോകാതെ അതിലുള്ള വാട്ടർ കുറച്ച് ഹൂഗ്ലിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് തടഞ്ഞു വെച്ചേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? No, ma'am. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗംഗയുടെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ് കേട്ടോ ഇതൊക്കെ. യമുനയും സോണാണ് മെയിൻലി നമ്മൾ പഠിക്കുന്ന റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ആൻഡ് വേറെയും ഒരു റിവർ ഉണ്ട്, ദാറ്റ് ഇസ് പുൻപുൻ. പുൻപുൻ മാത്രമല്ല, വേറെയും റിവേഴ്സ് ഉണ്ട് കേട്ടോ. മെയിൻലി നമ്മൾ പഠിക്കുന്നത് യമുനയും സോണുമാണ്. യമുന ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒറിജിൻ ചെയ്യുന്നത് എവിടെ നിന്നുമാണ്? നമ്മുടെ ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ആൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. നമ്മൾ ഇൻഡസിൽ എന്താ പറഞ്ഞത്? ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി സത്ലജ് ആണെന്ന് പറഞ്ഞതുപോലെ യമുനയാണ് ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ഗംഗയുടെ. ആൻഡ് അലഹബാദ് ഒരു പ്രയാഗ്രാജിൽ വെച്ച് ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇനി യമുനയുടെ ട്രിബ്യൂട്ടറീസുകളാണ് ഏതൊക്കെ? ചമ്പൽ, സിന്ധ്, ബേത്വ, കെൻ, ടോൺസ്, കാരൻ, സാങ്കർ, റിന്ദ്, ഹിൻഡോൺ ഒക്കെ. അപ്പൊ ഇതിൽ നിങ്ങൾ മെയിൻലി പഠിക്കേണ്ട ഇത് മൂന്നും ഇത് നാലുമാണ്. ചമ്പൽ, സിന്ധ്, ബേത്വ, കെൻ. ഇതെന്താണ്? യമുനയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഇനി ലെഫ്റ്റ് ബാങ്കിൽ പഠിക്കേണ്ടത് ടോൺസ്, ഹിൻഡോ, കാരൻ, സാങ്കർ ആൻഡ് റിന്ദ്. ഇതില് മെയിൻലി പഠിക്കേണ്ട ഈ നാലെണ്ണമാണ് ചമ്പൽ, സിന്ധ്, ബേത്വ, കെൻ. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാംസിന് ചോദിക്കാറുണ്ട്. ബേത്വ എന്ന് പറയുന്നത് ഏത് റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ്, അല്ലെങ്കിൽ ചമ്പൽ എന്ന് പറയുന്നത് ഏത് റിവറിന്റെ ട്രിബ്യൂട്ടറി ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് നാലും ഇമ്പോർട്ടന്റ് ആണ്, മാക്സിമം കാണാതെ പഠിച്ചു വെക്കുക. ദെൻ സോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോൺ ഒറിജിൻ ചെയ്യുന്നത് അമർകണ്ടക്കിൽ നിന്നുമാണ്. അപ്പൊ ഈ പറയുന്ന അമർകണ്ടക് ഹിൽസ് എവിടെയാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശിലുള്ള ഹിൽസ് ആണ് അമർകണ്ടക് എന്ന് പറയുന്നത്. അമർകണ്ടക്കിൽ നിന്നും ഒറിജിൻ ചെയ്യുന്ന റിവർ ആണ് സോൺ. പിന്നെ സോണിന്റെ ട്രിബ്യൂട്ടറീസ് ആണ് റിഹാന്തും നോർത്ത് കോയിൽ. ഇത് രണ്ടും തമ്മിൽ തെറ്റിപ്പോവല്ലേ. ഇത് റിഹാന്ത് ആണ്, ഇത് റിന്ദ് ആണ് അല്ലെ. ജസ്റ്റ് സോണിനെ നമുക്ക് സൺ ആയിട്ട് പഠിച്ചാൽ ഒരാളുടെ പേര് പോലെ തോന്നില്ലേ? റിഹാന്ത്, അങ്ങനെ പഠിച്ചു വെക്കാം. റിഹാന്ത് എന്ന് പറയുന്നത് ഒരാളുടെ മകനാണെന്ന് കരുതാ കേട്ടോ. സൺ അല്ല കേട്ടോ, സോൺ ആണ്. ബട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് പറഞ്ഞതാണ്.
ദെൻ നോർത്ത് കോയൽ. ഇത് രണ്ടുമാണ് ഈ പറയുന്ന സോണിന്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ബീഹാറിന്റെ ക്യാപിറ്റലായ പാറ്റ്നയിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. യമുന ജോയിൻ ചെയ്യുന്നത് അലഹബാദിൽ വെച്ച്, അതായത് പ്രയാഗ്രാജിൽ വെച്ചും സോൺ ജോയിൻ ചെയ്തത് പാറ്റ്നയിൽ വെച്ചിട്ടുമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇതിന്റെ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. ഇതില് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിൽ ആദ്യം കാണിക്കുന്നത് യമുനയാണ് കേട്ടോ. ഈ യെല്ലോ കളറാണ് യമുന ആൻഡ് ദിസ് ബ്ലൂ കളറാണ് ഗംഗ. അപ്പൊ യമുന എവിടെ നിന്നും ഒറിജിൻ ചെയ്യുന്നു? കണ്ടോ, ഇവിടെയാണ് ഗംഗോത്രി ഗ്ലേഷ്യർ എങ്കിൽ ഇവിടെ യമുനോത്രി ഗ്ലേഷ്യർ. ഉത്തരാഖണ്ഡിൽ തന്നെയാണ്, റെഡ് കളർ ഉത്തരാഖണ്ഡ് ആണ്. അവിടെ നിന്നും ഒറിജിൻ ചെയ്ത് എവിടേക്ക് വരുന്നു? ഹരിയാനയുടെയും ഉത്തർപ്രദേശിന്റെയൊക്കെ ഒരു ബൗണ്ടറി ആയിട്ട് വരുന്നുണ്ട്. ദെൻ ഡൽഹി കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡൽഹി ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാൽ പറയണം യമുന നദീതീരത്താണ്. അതുപോലെ തന്നെ നോയിഡ എവിടെയാണ് വരുന്നത്? ഉത്തർപ്രദേശിലാണ് വരുന്നത്. മധുര, അതും ഉത്തർപ്രദേശിലെ മധുരയാണ്, തെറ്റിക്കരുത്, TH ആണ് മധുര. ദെൻ ആഗ്ര, അതും ഉത്തർപ്രദേശിലാണ്. ഇതെല്ലാം ഏത് നദീതീരത്താണ്? യമുന നദീതീരത്താണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ എട്ടാവ അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും എട്ടാവ, ഹാമിർപൂർ ഇതൊക്കെ ഉത്തർപ്രദേശിലെ സിറ്റീസ് ആണ്. പിന്നെ പ്രയാഗ്രാജിൽ വെച്ചുമാണ് നമ്മുടെ യമുന റിവറെ എവിടേക്ക് ജോയിൻ ചെയ്യുന്നത്? ഗംഗാ നദിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അതേസമയം അലഹബാദ് ഏത് നദീതീരത്താണ്? ഗംഗാ നദീതീരത്താണ്. ഈ പറയുന്ന മധുര, അതുപോലെ ഡൽഹി, നോയിഡ, താജ്മഹൽ ഉള്ളത് എവിടെയാണ്? ആഗ്രയിലാണ്. ആഗ്ര ഇതെല്ലാം ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാൽ പറയണം യമുന നദീതീരത്താണ് പറയണം. ഈ പറഞ്ഞ യമുനയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് ഈ കാണുന്ന ബ്ലൂ കളേഴ്സ്. ചമ്പൽ, ഇതാണ് ആദ്യത്തെ ചമ്പൽ. ദെൻ സെക്കൻഡ് വൺ ഇസ് സിന്ധ് ആൻഡ് ദ തേർഡ് വൺ ഇസ് ബേത്വ. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, ഫൈൻ. അടുത്ത ട്രിബ്യൂട്ടറീസ് ഇപ്പൊ നമ്മൾ ഒരെണ്ണം മാത്രമല്ലേ പറഞ്ഞോളൂ, യമുന മാത്രമേ പറഞ്ഞോളൂ. ഇനി അടുത്ത ഒരു റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗയാണ്. കണ്ടോ, ഇതാണ് സോൺ. സോൺ എവിടെ നിന്നും ഒറിജിൻ ചെയ്യുന്നു? നമ്മുടെ മധ്യപ്രദേശിലെ അമർകണ്ടക് ഹിൽസിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നു. അതേപോലെ വേറൊരു റിവർ ആണ് നർമ്മദ, അമർകണ്ടക്കിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നത്. അതിപ്പോ നമുക്ക് വേണ്ട, സോൺ റിവർ മതി. കാരണം സോൺ റിവർ ആണ് നമ്മുടെ ഗംഗയുടെ ട്രിബ്യൂട്ടറി. ഇനി മധ്യപ്രദേശിലുള്ള ഒരു ഡാം ആണ് ബാൻസാഗർ ഡാം. ആ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഏത് നദിയിലാണ്? സോൺ റിവറിലാണ്. ദെൻ സോണിന്റെ ഒരു ട്രിബ്യൂട്ടറി ആണ് ഈ കാണുന്ന റിഹാന്ദ്. ആൻഡ് ഉത്തർപ്രദേശിലുള്ള റിഹാന്ദ് ഡാം ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ട്, റിഹാന്ദ് റിവറിലാണ്. ദെൻ ഇത് പാറ്റ്നയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്നു. The next is ദാമോദർ. ദാമോദർ ആക്ച്വലി ഹൂഗ്ലിയുടെ പോഷക നദിയാണ്. ബട്ട് കൈവരി ആയതുകൊണ്ട് തന്നെ, അതായത് ഗംഗയുടെ വെള്ളം തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദാമോദർ എന്ന് പറയുന്നത് നമ്മുടെ ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണെന്ന് പറയാം. and ഇത് എവിടെ നിന്നും ഒറിജിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോയിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. കണ്ടോ, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോയിൽ നിന്നും ഒറിജിൻ ചെയ്ത് ഹൂഗ്ലിയിലേക്ക് ചെന്ന് ചേരുന്നു. ആൻഡ് ഇതിന്റെ തീരത്ത് കുറെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ഉണ്ട്. അല്ല, ഫസ്റ്റ് വൺ ഇസ് ബൊക്കാറോ, ദുർഗാപൂർ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലും. ദുർഗാപൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലുമാണ്. ദെൻ ഹൂഗ്ലിയിലേക്ക് ചെന്ന് ചെയ്യുന്നു. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ബൊക്കാറോ നിർമ്മിക്കാനായി സഹായിച്ച രാജ്യം ഏതാണ്? ഏത് കൺട്രിയുടെ സഹായത്തോടെയാണ് ബൊക്കാറോ എസ്റ്റാബ്ലിഷ് ചെയ്തത്? അറിയോ? Soviet Union. അതെ, റഷ്യയുടെ സഹായത്തോടെയാണ് ബൊക്കാറോ ജാർഖണ്ഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതേസമയം ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ ഉള്ള അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്. ആൻഡ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഏത് കൺട്രിയുടെ ഹെൽപ്പോടെയാണ്? അറിയോ? Britain. അതെ, ബ്രിട്ടൻ ആണ് അല്ലെ, അല്ലെങ്കിൽ UK എന്ന് പറയാം, യുണൈറ്റഡ് കിങ്ഡം, അതായത് ബ്രിട്ടൻ ആണ്. ഈ പറയുന്ന അസൻസോൾ ആയാലും ബർദ്ധമാനൊക്കെ ആയാലും ഇതെല്ലാം അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ബൊക്കാറോ എന്ന് പറയുന്ന അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഏത് നദീ തീരത്താണെന്ന് ചോദിച്ചാൽ പറയണം ദാമോദർ നദിയിലാണെന്ന് പറയണം. അതുപോലെ തന്നെ ദുർഗാപൂറും ഏത് നദീ തീരത്താണ്? ദാമോദർ നദീ തീരത്താണ്. ആൻഡ് ദ ഇമ്പോർട്ടന്റ് ഫാക്ട് ഓഫ് ദാമോദർ എന്ന് പറയുന്നത്
വെസ്റ്റ് ബംഗാളിന്റെ, അതായത് സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന റിവർ ആണ് ദാമോദർ. കാരണം എന്താണ്? ദാമോദർ റിവർ കാരണം ഒരുപാട് ഡാമേജസ് ആൻഡ് ഡിസ്ട്രക്ഷൻസ് എവിടെ ഉണ്ടാക്കുന്നുണ്ട്? ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ബീഹാറിന്റെ സോറോ എന്നറിയപ്പെടുന്നത് ഏത് റിവറിനെയാണ്? കോസി. കോസി അല്ലെ. ആ കോസി KOSI അതും ബീഹാർ BI ആണ് അല്ലെ. അത് വെച്ചൊന്ന് കണക്ട് ചെയ്യാം, ബീഹാർ കോസി. അപ്പൊ നമുക്ക് മറന്നു പോകത്തില്ല. ആൻഡ് ദാമോദർ എന്ന് പറയുന്നത് ബംഗാളിന്റെ ദുഃഖമാണ്, അല്ലെങ്കിൽ സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ദാമോദർ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ഇസ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ. ഇതും നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗയാണ് രാംഗംഗ, ഗോമതി ഓർ ഗോമതി, then ഗാഗ്ര, കോസി ഓർ ഘോഷി ആൻഡ് മഹാനദ. ഇനി ഗണ്ഡക് എന്നൊക്കെ പറഞ്ഞിട്ട് റിവേഴ്സ് ഉണ്ട് കേട്ടോ. എനിവേ, രാംഗംഗ ഒറിജിൻ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മുടെ ഉത്തരാഖണ്ഡിൽ നിന്നും തന്നെയാണ് ഒറിജിൻ ചെയ്യുന്നത്. എന്നിട്ട് ഉത്തർപ്രദേശിലെ കനൌജ് എന്ന് പറയുന്ന സിറ്റിയിൽ വെച്ച് ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഈ നൈനിറ്റാൽ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. അപ്പൊ രാംഗംഗയിൽ നമ്മൾ പഠിക്കേണ്ട മെയിൻ ഫാക്ട് എന്ന് പറഞ്ഞാല്, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കായ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഓർ ഹെയ്ലീസ് നാഷണൽ പാർക്ക്, അതായത് ആദ്യകാല നാമമാണ് ഹെയ്ലീസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. എനിവേ ഇപ്പൊ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്നും അതിലൂടെ ഒഴുകുന്ന റിവർ ഏതെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി വെക്കുക, രാംഗംഗയാണ്. രാംഗംഗ നമ്മുടെ ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ്. നെക്സ്റ്റ് ഈസ് ഗോമതി. ഗോമതി റിവറിൽ നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട്സ് എന്ന് പറഞ്ഞാല്, ലക്നൗ, നമ്മുടെ ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ആയ ലക്നൗ, അതുപോലെ സുൽത്താൻപൂർ, ജോൺപൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പട്ടണങ്ങളുണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീ തീരത്ത് എന്ന് ചോദിച്ചാൽ ഗോമതി എന്ന് പഠിച്ചു വെക്കാം. ദെൻ ഗാഗ്ര ഒറിജിൻ ചെയ്യുന്നത് ടിബറ്റിൽ നിന്നുമാണ്. ആൻഡ് അത് ടിബറ്റിൽ നിന്നും ഒറിജിൻ ചെയ്ത് നേപ്പാളിലൂടെ കടന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പൊ നേപ്പാൾ ഇതിനെ അറിയപ്പെടുന്ന പേരാണ് കർണാളി. അപ്പൊ അത് ഓർത്ത് വെക്കുക. വിച്ച് റിവർ ഇസ് നോൺ ആസ് കർണാളി ഇൻ നേപ്പാൾ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം ഗാഗ്രയാണെന്ന് തെറ്റിക്കരുത്. ദെൻ കംസ് കോസി. അതുപോലെ ഒരു റിവർ കൂടി ഉണ്ട് ഗണ്ഡക് കേട്ടോ. ഗണ്ഡക് നേപ്പാളിൽ അറിയപ്പെടുന്ന പേര് എന്താണ്? ആർക്കെങ്കിലും അറിയോ? ഞാൻ പറഞ്ഞ കുറച്ച് മലയാളം പേരുണ്ടെന്ന് ഓർക്കുന്നുണ്ടോ? ഗണ്ഡക്, നാരായണി. അതെ, നാരായണി എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ കോസി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബീഹാറിന്റെ ദുഃഖം അല്ലെങ്കിൽ ഇന്ത്യയുടെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്ന റിവറാണ് കോസി. ദെൻ കോസി ഒറിജിൻ ചെയ്യുന്നത് ടിബറ്റിൽ നിന്ന്, ഓർ നമുക്ക് പറയാം നേപ്പാൾ ടിബറ്റിന്റെ ബൗണ്ടറിയിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ മഹാനന്ദ. ഓക്കെ, മഹാനന്ദ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ഹിൽസിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അടുത്ത വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, ഇതിലേക്ക് വന്നു ചേരുന്ന ഇതാണ് നമ്മുടെ ഗംഗ റിവർ. ഈ കാണുന്ന യെല്ലോ കളർ രാംഗംഗയാണ് കേട്ടോ. രാംഗംഗ ഓൾറെഡി പറഞ്ഞു. ഈ പറയുന്ന റെഡ് കളർ ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഇന്ത്യയുടെ നാഷണൽ പാർക്കായ ഫസ്റ്റ് നാഷണൽ പാർക്കായ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അതിലൂടെ ഒഴുകുന്ന റിവർ ഏതെന്ന് ചോദിച്ചാൽ തെറ്റിക്കരുത്, രാംഗംഗയാണ്. ഓപ്ഷനിൽ ചിലപ്പോൾ ഗംഗ എന്നൊക്കെ കാണും, തെറ്റിക്കരുത്, രാംഗംഗയാണ്. ദെൻ ഇതിന്റെ കനൌജ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ആ ഒരു പട്ടണത്തിൽ എത്തുമ്പോഴാണ് ഗംഗയിലേക്ക് ജോയിൻ ചെയ്തത്. ആൻഡ് സെക്കൻഡ് ഗോമതി ആണ്. ഗോമതിയെ കുറിച്ച് മെയിൻലി നമ്മൾ പഠിക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറഞ്ഞാല്, എന്താണ് നമ്മുടെ ക്യാപിറ്റൽ, ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റലായ ലക്നൗ, അതുപോലെ മറ്റ് പട്ടണങ്ങൾ സുൽത്താൻപൂർ, ജോൺപൂർ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഗോമതിയിലാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഗാഗ്ര റിവർ ആണ്. ഓൾറെഡി പറഞ്ഞു, ഗാഗ്ര റിവർ എവിടെ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്? ടിബറ്റിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. അവിടെ മാപ്ച ചുങ്കോ എന്ന് പറയുന്ന ഗ്ലേഷ്യറിൽ നിന്നും, അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. എനിവേ ടിബറ്റിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. അവിടെ നിന്നും ഈ ഗ്രീൻ കളർ എന്താണ്? നേപ്പാൾ ആണ്. നേപ്പാൾ ഇതിനെ അറിയപ്പെടുന്ന പേര് കർണാളി എന്നാണ് അറിയപ്പെടുന്നത്. ലേറ്റർ അത് എന്ത് ചെയ്യും? നമ്മുടെ ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യും. ഇനി ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഈ പറയുന്ന ഗാഗ്ര റിവറിന് കുറെ എന്തിന്റെ ട്രിബ്യൂട്ടറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ റാപ്തി എന്നൊക്കെ പറയുന്ന റിവർ ഈ പറയുന്ന ഗഗ്ര റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ്. പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി. എനിവേ എന്ത് ചെയ്യും? നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ചാപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ ഗംഗയിലേക്ക് ജോയിൻ ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഗണ്ഡക്. ഗണ്ഡക് നേപ്പാളിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നു.
ഗണ്ഡക്കിനെ നമ്മള് എന്തെന്നാണ് അറിയപ്പെടുന്നത് നേപ്പാളില്? നാരായണി. നാരായണി എന്നാണ് അല്ലെ. ഇനി ഈ പറയുന്ന നാരായണി അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗണ്ഡക്കാണ്. ഈ ഗണ്ഡക്ക് പാട്നയിൽ വെച്ച്, ബീഹാറിന്റെ ക്യാപിറ്റലായ പാട്നയിൽ വെച്ച് എവിടെ ചെന്ന് ചേരുന്നു? ഗംഗയിലേക്ക് ചേരുന്നു. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ കോസിയാണ് കേട്ടോ. ഓർ കോശി. കോശി ആയാലും കോസി ആയാലും ഒന്ന് തന്നെയാണ്, കൺഫ്യൂഷൻ വരണ്ട. ഓൾറെഡി പറഞ്ഞു ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതാണ് ഏത്? കോസി അല്ലെങ്കിൽ കോശി. ആൻഡ് ഇന്ത്യയുടെ ദുഃഖം, സോറോ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? കോശിയാണ്. തെറ്റിക്കല്ല കേട്ടോ. ബീഹാറിന്റെയും ഇന്ത്യയുടെയും സോറോ എന്നറിയപ്പെടുന്നത് കോശിയാണ്. കാരണം അത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത്രയും ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻസ് ആ ഒരു റിവർ കോസ് ചെയ്യുന്നുണ്ട് ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞാല്. ഓക്കെ, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ദെൻ നമാമി ഗംഗ പ്രോജക്റ്റിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഗംഗയുടെ പണ്ടത്തതും ഇപ്പോഴത്തെയും കണ്ടീഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. പണ്ടൊക്കെ ഗംഗ നമ്മളെ ഇന്ത്യയുടെ ഹോളി റിവർ ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എങ്കിലും ഹ്യൂമൻ ഡിപ്പെൻഡൻസ് ഒക്കെ കാരണം നമ്മുടെ ഗംഗ റിവർ പൊല്യൂട്ടഡ് ആയി. പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായി. അങ്ങനെ നമ്മുടെ നരേന്ദ്രമോദി, അതായത് നമ്മുടെ മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് ആണ് നമാമി ഗംഗ പ്രോജക്റ്റ്. അതായത് ഒരു കറണ്ട് അഫെയർ ആയിട്ടൊക്കെ ചോദിക്കാം, ബട്ട് ഇപ്പൊ ഒരു കറണ്ട് അഫെയർ അല്ല. എനിവേ വേണമെങ്കിൽ ചോദിക്കാം തന്നെ ഉള്ളൂ. ഈ പറയുന്ന നമാമി ഗംഗ പ്രോജക്റ്റ് എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ചോദിച്ചാൽ, ടു ക്ലീൻ ഗംഗ ക്ലീൻ ചെയ്യുക. കാരണം പൊല്യൂട്ടഡ് ആയി. അപ്പോ അതുമല്ല നമ്മുടെ ഇന്ത്യയുടെ ഹോളി റിവർ കൂടിയാണ് ഗംഗ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും എന്ത് ചെയ്യണം? ഈ പറയുന്ന ഗംഗനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അത് മാത്രമല്ല ഗംഗയിൽ എന്തുണ്ട്? കുറെ അക്വാറ്റിക് ആയിട്ടുള്ള അനിമൽസ് ഉണ്ട് അല്ലെ. നമ്മുടെ വെള്ളത്തിൽ കാണുന്ന കുറെ അനിമൽസ് ഉണ്ട്. അതിലൊന്നാണ് ഗംഗ ഡോൾഫിൻ. ഗംഗ ഡോൾഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയുടെ അക്വാറ്റിക്, അതായത് നാഷണൽ അക്വാറ്റിക് അനിമൽ ആണ് ഗംഗ ഡോൾഫിൻ. എനിക്ക് തോന്നുന്നു ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ഫാക്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ അക്വാറ്റിക് അനിമൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഗംഗ ഡോൾഫിൻ. ഗംഗ ഡോൾഫിൻ ആണ്. തെറ്റിക്കരുത്, ബേസിക് ഫാക്ട് ആണ്, അറിഞ്ഞിരിക്കുക. അതുപോലെ നാഷണൽ റിവർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗംഗയാണ്. ഗംഗയെ നാഷണൽ റിവർ ആയിട്ട് പ്രഖ്യാപിക്കുന്നത് ഏത് വർഷമാണ്? 2008. അതുപോലെ നമുക്ക് ഇതും ഓർത്തു വെക്കാൻ എളുപ്പമാണ്. കാരണം 2008 നമ്മള് ഗംഗനെ നാഷണൽ റിവർ ആയിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ തൊട്ടടുത്ത വർഷമാണ് നമ്മള്, അതായത് 2009 ഗംഗ ഡോൾഫിനെ നമ്മുടെ നാഷണൽ അക്വാറ്റിക് അനിമൽ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പഠിക്കാൻ എളുപ്പമാണ്. കാരണം 2008 തൊട്ടടുത്ത വർഷം 2009 ഗംഗേനെ നാഷണൽ റിവർ ആക്കി പ്രഖ്യാപിച്ചത് 2008 2009 ഗംഗ ഡോൾഫിനെ നമ്മളുടെ അക്വാറ്റിക് അനിമൽ ആയിട്ട് കൺസിഡർ ചെയ്തു, അതായത് പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നമാമി ഗംഗ പ്രോജക്റ്റ് ആരാണ് കൊണ്ടുവന്നത്? മോദി ഗവൺമെന്റ് ആണ്. ഇൻ ദ ഇയർ 2014 കേട്ടോ, 2014 ദെൻ അണ്ടർ ഏത് മിനിസ്ട്രിക്ക് അണ്ടറിൽ വരും? മിനിസ്ട്രി ഓഫ് ജൽശക്തി. അപ്പൊ എന്തുകൊണ്ടാണ് ഗംഗ ക്ലീൻ ചെയ്യാനുള്ള കാര്യം എന്ന് മനസ്സിലായോ? കാരണം അത്രയും പൊല്യൂട്ടഡ് ആയി. ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ കൊണ്ടും അഗ്രികൾച്ചറിൽ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഒക്കെ കാരണം ഗംഗ അത്രയ്ക്കും പൊല്യൂട്ടഡ് ആയി. അപ്പൊ ഇങ്ങനെ ഒരു റിവർ പൊല്യൂട്ടഡ് ആയി കഴിയുമ്പോൾ അവിടുത്തെ അക്വാറ്റിക് അനിമൽസിനെയൊക്കെ എന്ത് ചെയ്യും? ബാധിക്കും. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഗംഗ ഡോൾഫിൻ എന്ത് പറ്റി? എൻഡേഞ്ചേർഡ് ആയി തുടങ്ങി. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്? മുൻകൈ എടുത്ത് എന്ത് ചെയ്തത്? ഈ പറയുന്ന ഗംഗനെ ക്ലീൻ ആക്കാൻ തീരുമാനിച്ച ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നത്. ഇതിനു വേണ്ടി ചെലവഴിച്ചത് അല്ലെങ്കിൽ ചെലവാക്കാൻ തീരുമാനിച്ച തുക എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 20,000 crore ആണ്. അതായത് 20,000 കോടിയാണ്. ആൻഡ് വിൽ കവർ 8 states, 47 towns and 12 rivers under the project. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ഇതൊരു കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്ന ന്യൂസ് ആണ്. Indian Wildlife Institute claims the presence of 4,000 dolphins in the Ganga and its tributaries. അതായത് കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞു നമ്മുടെ ഗംഗ ഡോൾഫിൻ എൻഡേഞ്ചേർഡ് ആയി തുടങ്ങി പൊല്യൂഷൻ കാരണം. അതായത് അവരുടെ ജീവന് ഭീഷണിയാകും അല്ലെ. പക്ഷേ ഇപ്പൊ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമാമി എന്ന് പറഞ്ഞ ഗംഗ പ്രോജക്റ്റ് ഒക്കെ കൊണ്ടുവന്നതിൽ വഴി എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഡോൾഫിൻസിന്റെ എണ്ണം, നമ്മുടെ പ്രസൻസ് കൂടിയിട്ടുണ്ട്
അതായത് അതിന്റെ അർത്ഥം നമ്മുടെ ഗംഗാ റിവറിന്റെ പൊല്യൂഷൻ കുറഞ്ഞു എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഓക്കെ ആണോ? ഇതിനു മുന്നേ നമ്മുടെ രാജീവ് ഗാന്ധി ഒരു ഗംഗ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട് 1986 കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, ma'am. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എനിക്കൊന്ന് കുറച്ച് ലേറ്റ് ആയി തോന്നുന്നു. എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, ma'am. എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. Thank you, ma'am. ഓക്കെ, Thank you. വെൽക്കം Thank you. വെൽക്കം.